Hallelujah. Hallelujah. There's such a strong presence of God in this place. ഈ സ്ഥലത്ത് ദൈവത്തിന് ശക്തമായിട്ടുള്ള സാന്നിധ്യമുണ്ട്. And it is not because of anything that we do, it is just because He loves us so much. And it is His nature to come into where His children are together. അത് നാം എന്തെങ്കിലും ചെയ്തതുകൊണ്ടല്ല, എന്നാൽ അത് ദൈവത്തിന്റെ സ്വഭാവമാണ്. ദൈവമക്കളായിരിക്കുന്നിടത്തേക്ക് ദൈവം കടന്നു വരിക എന്നുള്ളത്. I was meditating on this word, draw near to God and He will draw near to you. ദൈവത്തിന്റെ അടുക്കലേക്ക് നാം വരുമ്പോൾ ദൈവം നമ്മുടെ അടുക്കലേക്ക് വരും എന്നുള്ള ആ വാക്യം ഞാൻ ധ്യാനിക്കുകയായിരുന്നു. Why does it start with we drawing near to God? God should draw near to us, right? ഞാൻ മനസ്സിലാക്കുന്നത് അത് നാം ദൈവത്തിന്റെ അടുക്കലേക്ക് വരുന്നു എന്നുള്ളത്. എന്നാൽ പലപ്പോഴും നാം ചിന്തിക്കുന്നത് ദൈവമല്ലേ നമ്മുടെ അടുക്കൽ വരേണ്ടത്. And then the Holy Spirit revealed to me how Jesus came from where He came to where we are today, to the depth of our sinful nature. To that extent He came. Now He's saying, draw near to me is just a hand distance to Him. ഞാനപ്പോൾ ഓർക്കുകയായിരുന്നു, കർത്താവ് എവിടെയായിരുന്നു, എത്രമാത്രം ഇപ്പോൾ നാം ആയിരിക്കുന്ന പാപത്തിന്റെ കുഴികളിലേക്ക് ഇറങ്ങി വന്നു എന്നുള്ളത്. അതുകൊണ്ട് ദൈവം പറയുകയാണ്, ഇനി നിങ്ങൾ എൻ്റെ അടുക്കിലേക്ക് വരിക, അതൊരു കയ്യെത്തുന്ന ദൂരത്തേക്ക് ആയിരിക്കുന്നുവല്ലോ. And this is a season where the Lord is moving and is drawing His children to Him. ഈ ഒരു കാലം എന്ന് പറയുന്ന ദൈവമക്കളെ തന്നിലേക്ക് ആകർഷിക്കുന്നതായിട്ടുള്ള സമയമാകും. So while one day I was praying, I was meditating, I was asking the Lord to draw me to Him. ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത്, ധ്യാനിക്കുന്ന സമയത്ത് ഞാൻ ദൈവത്തോട് ചോദിക്കുകയായിരുന്നു, കർത്താവേ എന്നെ അങ്ങിലേക്ക് അടുപ്പിക്കണമേ. The Lord showed me a picture of having a lifestyle of experiencing God every day. It is not one day of drawing. It is a everyday experiencing God. Our God is an experiential God. ദൈവം എന്നെ കാണിച്ചതായിട്ടുള്ള ഒരു ചിത്രം എന്ന് പറയുന്നത് അനുദിനം ദൈവത്തെ അനുഭവിച്ച് മുന്നോട്ട് വരുന്നതായിട്ടുള്ള ഒരു ചിന്തയായിരുന്നു, അല്ലെങ്കിൽ ചിത്രമായിരുന്നു. അത് ഒരു ദിവസം എന്നുള്ള രീതിയിലല്ല, എന്നാൽ അനുദിനം, എല്ലാ ദിവസവും നമ്മുടെ ദൈവത്തെ അനുഭവിക്കുവാൻ കഴിയുന്ന ദൈവമാണ്. And I continue to seek the Lord in that praying movement, and the Lord revealed this word that He is interested in making this body of Christ, this local body of Christ here, as a center for encounters. ഞാൻ ഈ കാര്യത്തിൽ ഞാൻ ദൈവസന്നിധിയിലായിരുന്നപ്പോൾ ആ പ്രാർത്ഥനാ നിമിഷത്തിൽ ദൈവത്തോട് ചോദിച്ചപ്പോൾ ദൈവം പറഞ്ഞത്, നമ്മെ അല്ലെങ്കിൽ കർത്താവിൻ്റെ ശരീരമാകുന്ന നമ്മെ ഈ സ്ഥലത്തെ ഒരു കണ്ടുമുട്ടലിൻ്റെതായിട്ടുള്ള സ്ഥലമായിട്ട് മാറ്റുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. Which in corporate terms is like COE, Center of Excellence. This becomes a center of encounters. അപ്പോൾ കോർപ്പറേറ്റ് രീതിയിൽ പറയുകയാണെങ്കിൽ COE അല്ലെങ്കിൽ സെന്റർ ഓഫ് എക്സലൻസ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഇത് സെന്റർ ഓഫ് എൻകൗണ്ടേഴ്സ് ആക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. How many believe that God is making us the body of Christ as a center of encounters where we experience God? എത്ര പേർ വിശ്വസിക്കുന്നു ദൈവ ശരീരമാകും നമ്മെ ദൈവം കണ്ടുമുട്ടലിൻ്റെതായിട്ടുള്ള ഒരു സ്ഥലമാക്കി മാറ്റുകയും ദൈവത്തെ അനുഭവിക്കുവാൻ കഴിയുന്ന, എല്ലായ്പ്പോഴും അനുഭവിക്കുവാൻ കഴിയുന്ന ഒരു സ്ഥലമാക്കി മാറ്റുമെന്നുള്ളത്. So when we come into the house of God, we have to experience the Father God and go from here. അതുകൊണ്ട് നാം ദൈവത്തിന്റെ ആലയത്തിൽ കടന്നു വരുമ്പോൾ നാം ഈ പിതാവിനെ അനുഭവിച്ച് കണ്ടുമുട്ടി കടന്നു പോകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. I want to tell you, the Lord feels, He is an emotional God too. He feels sad when we do not experience Him and go. He gets excited when we experience Him. ദൈവം വികാരങ്ങളുള്ള ദൈവമാണ്. നാം ദൈവത്തെ അനുഭവിക്കാതെ കടന്നു പോകുമ്പോൾ ദൈവത്തിന് അത് വിഷമമാകുന്നു. എന്നാൽ നാം ദൈവത്തെ കണ്ടുമുട്ടുമ്പോൾ ദൈവം അതിൽ ഏറെ ആശ്ചര്യപ്പെടുന്നു, അതോടൊപ്പം തന്നെ ആഹ്ലാദിക്കുകയും ചെയ്യുന്നു. Everyone here must experience God, not just here on a Sunday, but on our day to day, every day we have to experience God. He's an experiential God. ഇവിടെ ആയിരിക്കുന്ന എല്ലാവരും ഞായറാഴ്ച മാത്രമല്ല, എന്നാൽ അനുദിനം ദൈവത്തെ അനുഭവിക്കുകയും ആ ദൈവത്തിൻ്റെതായുള്ള സാന്നിധ്യം ആഗ്രഹിക്കുകയും ചെയ്യണം ദൈവം ആഗ്രഹിക്കുന്നു. ദൈവം അങ്ങനെ അനുഭവിക്കുവാൻ കഴിയുന്ന ദൈവമാണ്. Experiencing God as your lifestyle. എത്ര പേർ ദൈവത്തെ അനുദിനം നിങ്ങളുടെ ജീവിത ശൈലിയായിട്ട് അനുഭവിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു? He's deeply interested to walk with us, live with us,
so that we experience Him in everyday life. ദൈവം നമ്മോടൊപ്പം നടക്കുവാനായിട്ടും ആഴത്തിൽ നമ്മോട് ഇടപെടാനായിട്ടും ദൈവം ആഗ്രഹിക്കുന്നു അനുദിനം നമ്മളിലൂടെ. So I want to do a quick walkthrough of Peter's life. അതുകൊണ്ട് പത്രോസിന്റെ ജീവിതത്തിലൂടെ പെട്ടെന്ന് നമുക്കൊന്ന് നോക്കാം. So we're going a little fast and we're going to do a lot of scriptures. So stay with me because I want to understand how did it reflect in Peter's life. നാം ഇന്ന് അതുകൊണ്ട് വേഗത്തിൽ പോവുകയാണ്. ഒരുപാട് വാക്യങ്ങൾ നാം ശ്രദ്ധിക്കും. അതുകൊണ്ട് നിങ്ങൾ എന്നോട് കൂടി ആയിരിക്കുക. പത്രോസിന്റെ ജീവിതത്തിൽ എങ്ങനെ ദൈവത്തിന്റെ ചില കാര്യങ്ങൾ വെളിപ്പെട്ടു എന്ന് നമുക്ക് കാണാം. You ready for that? നിങ്ങൾ അതിന് ഒരുക്കമാണോ? Can somebody say I'm ready? ഞാൻ ഒരുക്കമാണെന്ന് Okay, ആരെങ്കിലും turn പറയാമോ? with me to John chapter 1. യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 1-ാം അധ്യായത്തിലേക്ക് നമുക്ക് ശ്രദ്ധിക്കാം. We'll go to verse 41. 41-ാമത്തെ വാക്യം നമുക്ക് നോക്കാം. I'll tell you what happened. അവിടെ എന്ത് സംഭവിച്ചെന്ന് ഞാൻ പറയാം. John was baptizing. യോഹന്നാൻ അവിടെ സ്നാനപ്പെടുത്തുകയാണ്. And when he was about to baptize Jesus, യേശുവിനെ സ്നാനപ്പെടുത്തുവാൻ ഒരുങ്ങുമ്പോൾ he told his disciples, John's disciple, behold the Lamb of God, the Messiah. യോഹന്നാൻ തന്റെ ശിഷ്യന്മാരോട് പറയുകയാകുന്നു, അതായത് ഇതാകുന്നു കുഞ്ഞാട്, മശിഹ ആകുന്ന കുഞ്ഞാട് എന്ന് പറയുകയാണ്. And in his disciple group there was this guy named Andrew. അന്ത്രയോസ് എന്ന് പറയുന്ന ഒരുവൻ യോഹന്നാന്റെ ശിഷ്യന്മാരിൽ ഉണ്ടായിരുന്നു. So now Andrew saw the Lamb of God that they were waiting for, so Andrew followed Jesus. ഇത്രകാലം കാത്തിരുന്നതായിട്ടുള്ള ആ കുഞ്ഞാടിനെ അന്ത്രയോസ് കാണുകയാണ്. അപ്പോൾ അന്ത്രയോസ് ഈ കുഞ്ഞാടിനെ അനുഗമിക്കുവാൻ തീരുമാനിക്കുകയാണ്. So Jesus turned and asked Andrew, what do you seek? യേശു അവരോട് ചോദിച്ചു, നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു? So Andrew said, where are you staying? അങ്ങ് എവിടെ പാർക്കുന്നു എന്ന് ചോദിക്കുകയാണ്. It is just like we speak, right? നാം സാധാരണ സംസാരിക്കുന്നത് പോലെ. When we don't know what to ask, we ask such questions. What do you do? നമുക്ക് എന്ത് ചോദിക്കണം എന്ന് അറിയാത്തപ്പോൾ നാം ചോദിക്കുന്നു, എന്ത് ചെയ്യുന്നു? Naatlu veedavida. That's what we are asking. That's like where are you staying? Where are you in your native place? അതുപോലെ നാം ചോദിക്കുന്നു. So he asked, where are you staying? അങ്ങ് എവിടെ പാർക്കുന്നു എന്ന് ചോദിക്കുകയാണ്. And Jesus, instead of telling where he is staying, he said, come and you will see. അപ്പോൾ യേശു ക്രിസ്തു അതിന്റെ ഉത്തരം പറയുന്നതിന് പകരം യേശു പറയുകയാണ്, വന്ന് കാൺമീൻ എന്ന് പറയുകയാണ്. So Andrew went with Jesus and stayed with Jesus. അതുകൊണ്ട് അന്ത്രയോസ് വന്ന് യേശുവിനോട് കൂടെ പാർക്കുകയാണ്. And the next day, അടുത്ത ദിവസം Andrew went to Peter, his brother. അന്ത്രയോസ് തന്റെ സഹോദരനായിരിക്കുന്ന പത്രോസിന്റെ അടുക്കിലേക്ക് പോവുകയാണ്. Verse 41. 41-ാമത്തെ വാക്യം. He found first his own brother Simon. അവൻ തന്റെ സഹോദരനായ ശീമോനെ ആദ്യം കണ്ട് He went to Simon and he said, we have found the Messiah. ഞങ്ങൾ മശിഹായെ കണ്ടിരിക്കുന്നു. Can everybody shout, we have found the Messiah? ഉറക്കെ പറയാമോ, ഞങ്ങൾ മശിഹായെ കണ്ടിരിക്കുന്നു. You know, that itself is a ministry. അത് തന്നെ ഒരു ശുശ്രൂഷയാണ്. Just after experiencing God, the only thing that you have to say is, we have found the Messiah. മശിഹായെ കണ്ടിരിക്കുന്നതിന് ശേഷം അല്ലെങ്കിൽ ക്രിസ്തുവിനെ കണ്ടുമുട്ടിയിരിക്കുന്നതിന് ശേഷം നിങ്ങൾ പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഞങ്ങൾ യേശുവിനെ കണ്ടിരിക്കുന്നു. Anyone who is not sure of how do I serve God, you just have to use one phrase, I have found the Messiah. എങ്ങനെ യേശുവിനെ ശുശ്രൂഷിക്കണമെന്ന് ചിന്തിച്ച് നിങ്ങൾ ആകുലപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ യേശുവിനെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പഠിക്കാനാണ്. That's what Andrew did. അതാകുന്നു അന്ത്രയോസ് ചെയ്തത്. He did not go into too much of theology and too much of studies and too much of, he just had one message, I have found the Messiah. താൻ ഒരുപാട് ദൈവശാസ്ത്രമൊന്നും പഠിക്കാനൊന്നും പോയില്ല. എന്നാൽ താൻ ആദ്യം അവിടെ ചെയ്തത്, ഞാൻ യേശുക്രിസ്തുവിനെ കണ്ടിരിക്കുന്നു എന്ന് പറയുകയാണ്. But he also did one more thing. എന്നാൽ ഒരു കാര്യം കൂടെ അദ്ദേഹം ചെയ്തു. He took Simon and took him to Jesus. താൻ ശീമോനെയും കൂടെ എടുത്ത് കർത്താവിന്റെ അടുക്കിലേക്ക് പോവുകയാണ്. I know some of you just bring your friends into the house of God. He said, you just come. That's all you would have said. എനിക്കറിയാം നിങ്ങളിൽ ചിലർ നിങ്ങളുടെ സുഹൃത്തുക്കളെ ദൈവത്തിൻ്റെതായിട്ടുള്ള ഭവനത്തിലേക്ക് കൊണ്ടുവരുന്നു. നിങ്ങൾ വാ എന്ന് പറഞ്ഞു കൊണ്ടുവരികയാണ്. That itself is a ministry. അത് തന്നെ ഒരു ശുശ്രൂഷയാണ്. You want somebody to encounter Christ? നിങ്ങൾ ആരെങ്കിലും യേശുവിനെ അനുഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവോ? Just tell them, I have found the Messiah. ഞാൻ യേശുവിനെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാട്ടെ. Hold their hands. അവരുടെ കരം പിടിക്കുക. Just bring them into the house of God. അവരെ ദൈവഭവനത്തിലേക്ക് കൊണ്ടുവരിക. And the rest Jesus will take care of it. ബാക്കി യേശു നോക്കിക്കോളും. You know, many of us are afraid on what do I say? What will they think? How will it all those are complications. നമ്മിൽ പലരും അത് വളരെ സങ്കീർണമാക്കുന്നു. ഞാൻ എന്ത് പറയും, ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ എന്ത് ചിന്തിക്കും എന്നൊക്കെ ആലോചിക്കുന്നു. എന്നാൽ അതിന്റെ ഒന്നും ആവശ്യമില്ല. Is God reminding you of somebody whom you should bring him or her into the house of God right now? ഇപ്പോൾ ദൈവഭവനത്തിലേക്ക് കൊണ്ടുവരണമെന്ന് ദൈവം ആരെങ്കിലും ഏതെങ്കിലും ഒരു വ്യക്തിയുടേതായിട്ടുള്ള ചിത്രം നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരുന്നോ? Just go and tell them, I have found life. അവരോട് പറയണം, ഞാൻ ജീവൻ കണ്ടെത്തിയിരിക്കുന്നു. I have found salvation. ഞാൻ രക്ഷ കണ്ടെത്തിയിരിക്കുന്നു. I have found the Father. ഞാൻ പിതാവിനെ കണ്ടെത്തിയിരിക്കുന്നു. Hold their hands. അവരുടെ കരം പിടിക്കുക. Just bring them here. അവരെ ദൈവഭവനത്തിലേക്ക് കൊണ്ടുവരിക.
Are you with me? നിങ്ങൾ എന്നോടൊപ്പമാണോ? Are you with me? നിങ്ങൾ എന്നോടൊപ്പമാണോ? That's Andrew's ministry. അത് അന്ത്രയോസിന്റെ ശുശ്രൂഷയായിരുന്നു. Andrew encountered Jesus one day. അന്ത്രയോസ് യേശുവിനെ ഒരു ദിനം കണ്ടു. Next day, he started bringing people. He started with his brother. You know why I say he started to bring? Because the verse says he found first his own brother. First he said, my brother should come. അപ്പോൾ എന്തുകൊണ്ട് അദ്ദേഹം വ്യക്തികളെ കൊണ്ടുവരുന്നു എന്നൊക്കെ പറയാൻ കഴിയുന്നു? കാരണം തിരുവചനം പറയുന്നത് ആദ്യം തന്റെ സഹോദരന്റെ അടുക്കൽ പോയി എന്നാണ്. If there is a first, there is something else that has continued to come. But first my brother should come. ആദ്യം എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം പിന്നീട് ഉണ്ടെന്നാണ്. ആദ്യം തന്റെ സഹോദരൻ വരണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. And he brought him to Jesus. അദ്ദേഹം പത്രോസിനെ യേശുവിന്റെ അടുക്കലേക്ക് അല്ലെങ്കിൽ ശീമോനെ യേശുവിന്റെ അടുക്കലേക്ക് കൊണ്ടുവന്നു. Now typically when we meet somebody, ആരെങ്കിലും പൊതുവെ നാം അന്യോന്യം കാണുമ്പോൾ, so I would say Jesus, Simon, Simon, Jesus. യേശു ഇത് ശീമോനാണ്, ശീമോനെ ഇത് യേശുവാണ്. We have to do that introduction, right? നമ്മൾ ആ ഒരു പരിചയപ്പെടുത്തൽ ചെയ്യണമല്ലോ. And then you shake your hands and then you feel a little uncomfortable. Then you don't know what to ask. Then you will ask, where are you staying, what you do, all that questions. അതിനുശേഷം നാം കരം കൊടുക്കും. അതിനുശേഷം പിന്നെ നമുക്കൊരു ബുദ്ധിമുട്ടുള്ള ഒരു സമയം കൊണ്ട് എന്ത് പറയണം എന്ത് ചെയ്യണമെന്നും അറിയുകയില്ല. അങ്ങനെ നമ്മൾ ആ സംഭാഷണം മുന്നോട്ട് കൊണ്ടുപോകും. I'm just thinking, what would have Simon, how would he have prepared to meet Jesus, the Messiah? ഞാൻ ചിന്തിക്കുകയായിരുന്നു, ശീമോനെ എങ്ങനെയാണ് ഈ മശിഹായെ കാണുവാൻ തക്കവണ്ണം ഒരുക്കിയിട്ടുണ്ടാകുക? If somebody tells me that, I'm taking you to meet the Messiah, I would pray overnight. Lord, forgive that days, that one, forgive that one. I'm sorry, Lord, all that. I will try to get as spiritual as possible. Wear everything that is good so that you appear like, child of God. Yeah, I don't know. Is that white and black? I don't know. See, I'm wearing that combination today. You dress up for that occasion. ഞാൻ ചിന്തിക്കുകയായിരുന്നു, ആരെങ്കിലും എന്നോട് പറയുകയാണ് ഞാൻ മശിഹായെ നിനക്ക് കാണിച്ചു തരാൻ പോവുകയാണ് എന്ന് പറയുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമായിരുന്നു? ഞാൻ രാത്രി മുഴുവൻ ഒരു പക്ഷേ ഇരുന്ന് പ്രാർത്ഥിക്കും, കർത്താവെ അന്ന് ചെയ്ത പാപം എന്നോട് ക്ഷമിക്കണമേ, ഞാൻ ഇന്ന് ചെയ്ത കാര്യം എന്നോട് ക്ഷമിക്കണമേ. അതുമാത്രമല്ല, ഞാൻ ഏറ്റവും മികച്ച രീതിയിൽ വസ്ത്രം ധരിച്ച ഒരു ദൈവപൈതലിനെ പോലെയൊക്കെ ആണെങ്കിൽ കാണാനുള്ള രീതിയിലൊക്കെ ഒരുങ്ങും. Well, Bible doesn't say what did Samuel do, but I'm just imagining. Allow me to imagine a bit. When Andrew told Simon, you're going to meet Messiah, how would he have prepared for it? I don't know, but I'm just imagining that. ശീമോൻ എങ്ങനെ ഒരുങ്ങി എന്നുള്ള തിരുവചനം പറയുന്നില്ല. എന്നാലും ഇങ്ങനെ അന്ത്രയോസ് ശീമോനോട് പറയുകയാണ്, മശിഹായെ ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന് പറയുമ്പോൾ അദ്ദേഹം എങ്ങനെ ഒരുങ്ങിയിട്ടുണ്ടാകും? But the beautiful part is there was no introductions there. ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അവിടെ യാതൊരു പരിചയപ്പെടുത്തലുമില്ലായിരുന്നു. When you come into the presence of God, there is no introductions. ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്ക് വരുമ്പോൾ അവിടെ യാതൊരു പരിചയപ്പെടുത്തലുമില്ല. Jesus looked at Simon. യേശു ശീമോനെ നോക്കി. And he said, Simon, son of John. ശീമോൻ യോഹന്നാന്റെ മകൻ. What does it say in Malayalam? ശീമോൻ ബർയോന. Yeah, Barjona Shimone. Which is Simon, son of John. You shall be called Cephas or Peter. നിനക്ക് കേഫ എന്ന് പേരാകും എന്ന് പറയുകയാണ്. Now think about that introduction. Simon probably walking with Andrew, going near Jesus. Jesus saw him, looked into his eyes, and said, Simon, son of John. നിങ്ങൾ ആ പരിചയപ്പെടുത്തലിനെ കുറിച്ച് ചിന്തിച്ചാട്ടെ. ശീമോൻ ഇങ്ങനെ അന്ത്രയോസിന്റെ കൂടെ പോവുകയാണ്. എന്നാൽ യേശു കണ്ണിൽ നോക്കി പറയുകയാണ്, യോഹന്നാന്റെ പുത്രനായ ശീമോൻ ആകുന്നു നീ എന്ന് പറയുക. You shall be called Cephas or Peter. നിനക്ക് കേഫ എന്ന് പേരാകും, അത് പത്രോസ് എന്നാകുന്നു. I want to tell you, every time we go into the presence of God, we don't need a fresh introduction there. We can just go to him as we are, and he sees us through inside of us. He knows everything about us, and he accepts us the way we are, and he declares what he wants you to be. നാം ഓരോ തവണയും ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്ക് പോകുമ്പോൾ യാതൊരു പരിചയപ്പെടുത്തലിന്റെയും ആവശ്യമില്ല. കർത്താവിന് നമ്മെ മുഴുവനായിട്ട് കാണുവാനും കഴിയും. കർത്താവ് നമ്മുടെ ആവശ്യങ്ങളെ മനസ്സിലാക്കുന്നു. ദൈവം നമ്മെ പൂർണ്ണമായി മനസ്സിലാക്കുന്നു. He declares what he sees your future. He declares your destiny. He declares how he sees you, not how the world sees you, not how you saw yourself. He just declares
His view over your life. നിങ്ങളുടെ ഭാവി കണ്ടുകൊണ്ട് കർത്താവ് ചിലത് പ്രസ്താവിക്കുന്നു. ലോകം പറയുന്നത് പോലെയല്ല, നിങ്ങൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് പോലെയല്ല, എന്നാൽ നിങ്ങളുടേതായിട്ടുള്ള ലക്ഷ്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് ദൈവം ചിലത് നിങ്ങളുടെ മേൽ പ്രഖ്യാപിക്കുന്നു. But we go a little bit of background about Peter or Simon. എന്നാൽ ശീമോനെ കുറിച്ച് ചില കാര്യങ്ങൾ, അതിന്റെ പശ്ചാത്തലവും നാം മനസ്സിലാക്കണം. By the age, it is somewhere around Jesus' birth time, maybe 1 year before Jesus' birth, Simon was born. ശീമോൻ ജനിച്ചത് ഏകദേശം നാം മനസ്സിലാക്കുമ്പോൾ യേശുക്രിസ്തു ജനിച്ചതിന്റെ ഒരു വർഷം മുൻപാകെയൊക്കെ ആയിരിക്കുമെന്ന് മനസ്സിലാക്കും. He grew up as a young Jewish boy in Jerusalem. ഒരു യഹൂദ യുവാവായിട്ട് താൻ വളർന്നു യെരുശലേമിൽ. And at that time, though it was in Jerusalem, Jewish culture, but Romans had already occupied that place. So there was a mixed culture at that point of time. അവിടെ യെരുശലേമിലായിരുന്നുവെങ്കിലും ഒരു യഹൂദ സംസ്കാരം ഉണ്ടായിരുന്നുവെങ്കിലും ആ സമയത്തെ റോമൻ അധിനിവേശം കാരണം ഒരു സമ്മിശ്രമായിട്ടുള്ള സംസ്കാരമായിരുന്നു. His primary name, his parents would have called him as Simon. തന്റേതായിട്ടുള്ള മാതാപിതാക്കൾ വിളിച്ച പേര് ശീമോൻ എന്നാണെങ്കിലും. And they grew up speaking Aramaic as the language, but they were asked to study Hebrew from age 5 onwards. അവർ അരാമ്യ ഭാഷ സംസാരിച്ച് വളർന്നുവെങ്കിലും 5-ാമത്തെ വയസ്സ് മുതൽ അവർ എബ്രായ ഭാഷ പഠിക്കേണ്ടത് ആവശ്യമായിരുന്നു. So as they were from Jewish culture, they were supposed to study the Torah, the first 5 books of the Bible, and they not just study, they were supposed to memorize the 5 books. യഹൂദ സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് അവർ ആദ്യത്തെ 5 പുസ്തകം, അതായത് തോറ, അവർ മനഃപ്പാഠമാക്കേണ്ടതാണ്. So probably Andrew and Simon have studied and memorized Genesis, Exodus, Leviticus, Numbers, and Deuteronomy, and they are familiar with that part of the scriptures. ഞാൻ അതുകൊണ്ട് അനുമാനിക്കുന്നത് ശീമോനും അന്ത്രയോസും ആദ്യത്തെ 5 പുസ്തകങ്ങൾ അവർ വ്യക്തമായി പഠിച്ച് അവർക്ക് അതിന്റെ കാര്യങ്ങളെല്ലാം അറിയാം. So when they study the scripture, the Torah, there are rabbis, the teachers, who would handpick some of them to take them to the next level of studies. അവർ അങ്ങനെ പഠിക്കുമ്പോൾ അവിടെയുള്ള റബ്ബൈസ്, അവിടെയുള്ള ഗുരുക്കന്മാർ അവരിൽ ചിലരെ തിരഞ്ഞെടുത്ത അടുത്ത നിലവാരത്തിലുള്ള പഠനത്തിന് വേണ്ടി അവരെ എടുക്കും. Just for imagination, again, after they studied all the Torah, there are maybe some test or something, some examinations, or maybe they have to recite. Probably Simon and our friend Andrew did not clear. അതായത് നാം ഇന്നത്തെ രീതിയിൽ നോക്കുമ്പോൾ അതെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഒരു പരീക്ഷ കാണുമായിരിക്കാം, അല്ലെങ്കിൽ അത് മനഃപ്പാഠമായി പഠിച്ചിരിക്കുന്നത് അവിടെ ചൊല്ലിക്കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യണമായിരിക്കാം. എന്നാൽ മനസ്സിലാക്കിയതനുസരിച്ച് നമ്മുടെ ശീമോനും അന്ത്രയോസും ആ ടെസ്റ്റ് പാസ്സായില്ല എന്നാണ് തോന്നുന്നത്. So because they did not clear, they were not taken into any of the teachers to study further. അതുകൊണ്ട് അവർക്ക് അങ്ങനെയുള്ള തെരഞ്ഞെടുപ്പ് ലഭിക്കാത്തത് കൊണ്ട് ഒരു റബ്ബിമാരും അവരെ എടുത്തിട്ടുണ്ടാകുകയില്ല. So the only option was now to go behind their father's trade. ഇനിയിപ്പോൾ ആകെ ബാക്കിയുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് പിതാവിൻ്റെതായിട്ടുള്ള ആ ബിസിനസ് എന്താണോ അതിൽ തന്നെ പോകുക എന്നുള്ളതാണ്. And Andrew and Simon's father was a fisherman doing well, so they said, okay, let's continue with fishing. അപ്പോൾ അന്ത്രയോസിന്റെയും പത്രോസിന്റെയും പിതാവ് എന്ന് പറയുന്ന ഒരു മുക്കുവനാണ്. താൻ തന്റെ കൂടെ ചേരുവാനായിട്ട് അവർ തീരുമാനിക്കുകയാണ്. A typical day of Peter would be fishing, trading the fish. പത്രോസിന്റെ ഒരു സാധാരണ ദിവസം എന്ന് പറയുന്നത് മീൻ പിടിക്കുക, അതിനുശേഷം ആ മീൻ വിൽക്കുക. To make life a little more exciting, I am presuming during that time he married and he has children also. ആ സമയത്ത് ജീവിതം അല്പം കൂടെ ആവേശം നിറയ്ക്കാനായിട്ട് അദ്ദേഹം വിവാഹം കഴിക്കുകയും കുഞ്ഞുങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. To make it even more exciting, I don't know whether he stayed with his mother-in-law or mother-in-law stayed with him, but that was even more exciting, I guess. അല്പം കൂടെ രസം കൂട്ടാനായിട്ട് അമ്മായിയമ്മ തന്റെ കൂടെയാണ് താമസിച്ചത്, അത് താൻ അവരുടെ കൂടെയാണ് താമസിച്ചതെന്ന് അറിയില്ല, ഏതായാലും അത് സംഭവിച്ചിട്ടുണ്ട്. That's the background. So somewhere these 2 boys got rejected by rabbis for not having performed in the knowledge of Torah. അപ്പോൾ ഇതാകുന്നു പശ്ചാത്തലം. പ്രധാനമായിട്ട് നാം പറയുകയാണെങ്കിൽ ഈ 2 പേർ അവർ ആ തോറ ശരിയായിട്ട് പഠിക്കാത്തത് കൊണ്ട് ആ തിരസ്കരണം ലഭിച്ചതായിട്ടുള്ള 2 യുവാക്കളാണ്. And so they had the scriptures, but they did not get the opportunities to work with a rabbi and grow with a rabbi. അതുകൊണ്ട് അവരുടെ അകത്ത് വചനമുണ്ട്, എന്നാൽ റബ്ബിമാരുടെ കൂടെ അവർക്ക് പ്രവർത്തിക്കുവാനോ അതിൽ മുന്നേറുവാനോ അവർക്ക് അവസരം ലഭിച്ചില്ല. With this background, Andrew and Simon
went after pursuing Jesus. ഈ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് അന്ത്രയോസും പത്രോസും അവർ യേശുവിനെ അനുഗമിക്കുവാനായിട്ട് തീരുമാനിക്കുകയാണ്. So Peter's first encounter was when Jesus looked at him and said, Simon, you will no more be called Simon, you will be called Cephas or Peter or Rock. പത്രോസിന്റെ ആദ്യത്തെ കണ്ടുമുട്ടൽ എന്ന് പറയുന്നത് യേശു തന്നെ നോക്കിക്കൊണ്ട് പറയുകയാണ്, നീ യോഹന്നാന്റെ പുത്രനായ ശീമോൻ ആകുന്നു, നിനക്ക് കേഫ എന്ന് പേരാകും, ഇനിമേൽ നീ ശീമോൻ അല്ല പത്രോസ് ആകും. You can imagine the acceptance that he received in that encounter with Jesus. യേശുവുമായിട്ടുള്ള ആ കണ്ടുമുട്ടലിൽ തനിക്ക് ലഭിച്ചിരിക്കുന്നതായിട്ടുള്ള സ്വീകാര്യതയെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചാട്ടെ. Every time we go to our Father in his presence with arms wide open, he just accepts us as we are. നാം ഓരോ തവണയും ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്ക് പോകുമ്പോൾ തുറന്നു പിടിച്ചിരിക്കുന്ന കരങ്ങൾ കൊണ്ട് ദൈവം നമ്മെ സ്വീകരിക്കുന്നു. In one of my rock bottom times, ഞാൻ ഏറെ പ്രയാസപ്പെട്ടിരുന്ന ഒരു സമയത്ത് and I was seeking the Lord, I started worshiping the Lord. ഞാൻ ദൈവത്തെ അന്വേഷിച്ച് ദൈവത്തെ ആരാധിക്കുന്ന സമയത്ത് So much so that I forgot my environment. ഞാൻ എന്റേതായിട്ടുള്ള ആ സാഹചര്യത്തെ തന്നെ മറന്ന് ഞാൻ ആരാധിക്കുകയായിരുന്നു. And I could feel Jesus coming and giving me a tight embrace with his pierced in the stripes on his body and allowing that stripe to just melt into me, that I did not exist and Jesus only existed. And that is an encounter when we receive that acceptance of Jesus. ഞാൻ ആ സമയത്ത് എനിക്ക് അനുഭവിച്ചത് എന്ന് പറയുന്നത് തൻ്റെ അടിപ്പിണറുകളാലുള്ള ആ ശരീരം കൊണ്ട് യേശുക്രിസ്തു എന്നെ ആലിംഗനം ചെയ്യുകയാകുന്നു. അത് ഇത്രമേൽ ചേർത്ത് പിടിച്ച് ഞാൻ ഇല്ലാതെ ആകുന്നത് പോലെ എന്നെ സ്നേഹിക്കുന്ന ആ ചൂട് തന്ന് എന്നെ സ്നേഹിക്കുകയായിരുന്നു. Like Peter, like Simon at that point of time, even I was carrying a lot of baggage as to my past, my ways, things of the past, the guilt and the shame. And I always thought I will never be accepted by my father. ശീമോനെ പോലെ ഞാനും ആ സമയത്ത് എൻ്റെ കഴിഞ്ഞ കാലത്തിലുള്ള പല കാര്യങ്ങളെയും, ആവശ്യമില്ലാത്ത പല കാര്യങ്ങളെയും ഞാനിങ്ങനെ ചുമന്നുകൊണ്ട് നടക്കുകയായിരുന്നു. എൻ്റെ കഴിഞ്ഞ കാലത്തിലെ ചില കാര്യങ്ങൾ, എൻ്റെ രീതികൾ, ഇതെല്ലാം കാരണം എൻ്റെ പിതാവ് ഒരിക്കലും എന്നെ സ്വീകരിക്കുകയില്ല എന്ന് ഞാൻ ചിന്തിച്ചു. But when Simon met with Jesus, there was no discussion about the past. എന്നാൽ ശീമോൻ യേശുവിനെ കണ്ടപ്പോൾ തന്റെ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് യാതൊരു കാര്യങ്ങളും ചർച്ച ചെയ്തില്ല. There was nothing like do step 1, 2 and 3 and then approach. No. നീ 1, 2, 3 കാര്യങ്ങൾ ചെയ്തിട്ട് മാത്രം എൻ്റെ അടുക്കൽ വരിക, അങ്ങനെ ഒന്നും പറഞ്ഞില്ല. Jesus just accepted him and saw what he had planned for Simon. യേശുക്രിസ്തു അവനെ സ്വീകരിച്ചിട്ട് ശീമോനെ കുറിച്ച് എന്ത് പദ്ധതി ഇട്ടിരുന്നോ അത് കാണുവാൻ തുടങ്ങി. I want us to recognize today in the house, the Father is just embracing everyone here and is accepting the way you are and is pronouncing your future. ഇന്ന് സഭയിലായിരിക്കുന്ന എല്ലാവരെയും ഞാൻ ഈ ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ. കർത്താവ് ഇവിടെ ഉണ്ട്. ഇന്ന് നിങ്ങളെ എല്ലാവരെയും ദൈവം തൻ്റെ സ്നേഹത്തിൽ ആലിംഗനം ചെയ്യുകയും നിങ്ങളുടെ ഭാവിയെ കണ്ടുകൊണ്ട് കർത്താവ് ദൈവത്തിൻ്റെ വാക്ക് നിങ്ങളുടെ മേൽ പ്രഖ്യാപിക്കുകയാണ്. And before we go further in Peter's other encounters, I think we got to first encounter him as our Savior, who just receives us, accepts us and makes us his own, and he declares over our life that he has a plan, he has a future, he has seen our future. പത്രോസിന്റെ മറ്റ് കണ്ടുമുട്ടലിലേക്ക് നാം കയറുന്നതിന് മുമ്പാകെ ആദ്യം നാം യേശുവിനെ ഈ രക്ഷകനായിട്ട് നാം കണ്ടുമുട്ടണം. നമ്മുടെ ഭാവിയെ അറിയുന്ന ദൈവമായിട്ട് നാം യേശുവിനെ കണ്ടുമുട്ടണം. മറ്റാര് നമ്മളെ സ്വീകരിച്ചില്ലെങ്കിലും നമ്മെ സ്വീകരിക്കുന്ന ഈ ദൈവത്തെ നാം കണ്ടുമുട്ടണം. Can we take few minutes just to allow the Father to give us an embrace? ഈ പിതാവ് നമുക്കൊരു ആലിംഗനം തരുവാൻ തക്കവണ്ണം അല്പസമയം നമുക്ക് ഈ ദൈവത്തിന് കൊടുക്കാം. Let's make it experiential. നമുക്ക് അത് തീർച്ചയായിട്ടും ഒരു അനുഭവമാകട്ടെ. Are you with me? നിങ്ങൾ എന്നോടൊപ്പം ഉണ്ടോ? Can we do that? നമുക്കത് ചെയ്യാമോ? Can we all rise up? നമുക്ക് എഴുന്നേൽക്കാമോ? And I want you to recognize that Jesus is here. The Spirit of God is moving in this place. ദൈവം ഇന്ന് ഇവിടെ ഉണ്ട്, യേശു ഉണ്ട്, പരിശുദ്ധാത്മാവ് ഇവിടെ ചലിക്കുന്നു.
He's right besides you. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അടുത്തുണ്ട്. His arms are around you. ദൈവത്തിൻ്റെതായിട്ടുള്ള കരങ്ങൾ നിങ്ങളുടെ ചുറ്റുമുണ്ട്. He wants to give you an embrace. നിങ്ങൾക്കൊരു ആലിംഗനം തരുവാൻ ഈ പിതാവ് ആഗ്രഹിക്കുന്നു. It doesn't matter what baggage you're carrying. നിങ്ങൾ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ അതൊന്നും ഒരു കുഴപ്പമില്ല. It doesn't matter what's your past. നിങ്ങളുടെ കഴിഞ്ഞ കാലം എന്താണോ അതൊരു കുഴപ്പമില്ല. It doesn't matter what you're thinking about yourself. നിങ്ങളെക്കുറിച്ച് നിങ്ങൾ എന്ത് ചിന്തിക്കുന്നുവോ അതിന് യാതൊരു He's വിഷയവുമില്ല. just looking at you right now. നിങ്ങളെ ഇപ്പോൾ തന്നെ ദൈവം നോക്കുന്നു. He's calling you by your name just the way he called Simon. ശീമോനെ എന്ന് വിളിച്ചതുപോലെ നിങ്ങളുടെ പേർ യേശു വിളിക്കുന്നു. There is no introductions required now. അവിടെ യാതൊരു പരിചയപ്പെടുത്തലിനെയും ആവശ്യമില്ല. Can you just receive the embrace of the Father? ഈ പിതാവിന്റെ ആലിംഗനം നിങ്ങൾക്ക് സ്വീകരിക്കാമോ? He's welcoming you. He's welcoming you. He's asking you to come to him. ഈ പിതാവ് നിങ്ങളെ സ്വീകരിക്കുന്നു, അടുക്കലേക്ക് വരുവാനായിട്ട് നിങ്ങളെ See, വിളിക്കുന്നു. Simon's response to Andrew's invitation was his sign of hunger. ശീമോനെ അന്ത്രയോസ് വിളിച്ചപ്പോൾ താൻ പ്രതികരിച്ചത് തന്റെ വിശപ്പിന്റേതായിട്ടുള്ള അടയാളമായിരുന്നു. What is your sign of hunger today? ഇന്ന് നിങ്ങളുടെ വിശപ്പിന്റെ അടയാളം എന്താണ്? Can you show your sign of hunger to the Father and say, Father, I want your embrace? നിങ്ങളുടെ വിശപ്പിന്റെ അടയാളം നിങ്ങൾക്ക് പിതാവിനോട് പറയുവാൻ കാണിക്കുവാൻ കഴിയുമോ? അങ്ങയുടെ ആലിംഗനം എനിക്ക് വേണം പിതാവേ എന്ന് പറയാമോ? I need you. എനിക്ക് അങ്ങേ ആവശ്യമുണ്ട്. And the Father says, I see you. പിതാവ് പറയുകയാകുന്നു, ഞാൻ നിന്നെ കാണുന്നു. And is calling you by your name. നിങ്ങളുടെ പേർ വിളിച്ച് ദൈവം നിങ്ങളെ അടുക്കലേക്ക് വരുന്നു. And he says, I love you. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. I have loved you with an everlasting love. നിത്യ സ്നേഹത്താൽ ഞാൻ നിങ്ങളെ And സ്നേഹിച്ചിരിക്കുന്നു. he's saying, you are mine. നിങ്ങൾ എന്റേതാകുന്നു എന്ന് You പറയുന്നു. are forever mine. നിങ്ങൾ എന്നേക്കും എന്റേതാകുന്നു. I have seen you while you were being formed in your mother's womb. നീ നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ കണ്ടിരിക്കുന്നു. I have loved you with an everlasting love. ഞാൻ നിത്യ സ്നേഹത്താൽ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു. Father is drawing you to him. പിതാവ് നിങ്ങളെ തന്നിലേക്ക് ആകർഷിക്കുന്നു. Father is drawing yourself to him. പിതാവ് നിങ്ങളെ തന്നിലേക്ക് ആകർഷിക്കുന്നു. Can you respond with an hunger like Simon and Andrew went to Jesus? ശീമോനും അന്ത്രയോസും യേശുവിന്റെ അടുക്കിലേക്ക് പോയതുപോലെ വിശപ്പോടുകൂടെ നിങ്ങൾക്ക് ഈ സമയത്ത് പ്രതികരിക്കാമോ? Roje bekeze bebere andere roje ke bebere olara mandere re roje kerera ramazele re bariandere re barokolondri andere re roje ke bekanderi le remandro jivala raziala ra rote ke leke bokala deri te kaliza rojinda nakal de ke le zema ladeni orabara shabakazir bakalende nozo. He's around you, he's around you, he's around you, he's around you with his nail-pierced arm. He is embracing you as his son. യേശു നിങ്ങളുടെ ചുറ്റുമുണ്ട്. യേശു തന്റെ ആണിപ്പാടുള്ള കരങ്ങൾ കൊണ്ട് നിങ്ങളെ ആലിംഗനം ചെയ്യുന്നു. യേശു പുത്രന്മാരായി നിങ്ങളെ എഴുന്നേൽപ്പിക്കുന്നു. Allow yourself to melt in him. തന്നിൽ തന്നെ അലിയുവാനായി നിങ്ങൾ അനുവദിച്ചാട്ടെ. Oh, don't hold back to your past. നിങ്ങളുടെ കഴിഞ്ഞ കാലത്തിലേക്ക് നിങ്ങൾ മുറുകെ പിടിക്കരുത്. Because he's seeing your future. കാരണം ദൈവം നിങ്ങളുടെ ഭാവി കാണുന്നു. He's declaring and reminding you of what he has told you about your future. നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് ദൈവം നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ദൈവം നിങ്ങളുടെ ഓർമ്മയിലേക്ക് He കൊണ്ടുവരും. is faithful to bring it to pass. അത് നിവൃത്തിയാക്കുവാൻ തക്കവണ്ണം ദൈവം വിശ്വസ്തനാകും. The good work that he has started, he will bring it to pass. ദൈവം ആരംഭിച്ചതായിരിക്കുന്ന നല്ല പ്രവൃത്തി മുഴുമിക്കുവാൻ ദൈവം വിശ്വസ്തനാകും. I just feel that the Holy Spirit is all over here, touching everyone. He's sparing none because his children are gathered in his presence. പരിശുദ്ധാത്മാവ് സകലരെയും സ്പർശിക്കുന്നു. തന്റെ മക്കൾ തന്റെ നാമത്തിൽ ഒന്നിച്ചു വന്നിരിക്കുന്നത് കൊണ്ട് ആരെയും ഒഴിവാക്കാതെ എല്ലാവരെയും സ്പർശിക്കുന്നു. There is a wave of the presence of the Holy Spirit in this place. പരിശുദ്ധാത്മ സാന്നിധ്യത്തിന് ഒരു വലിയ അലയടിക്കുന്നത് പോലെയുണ്ട്.
Oh, Rabakali Driakol Bakhedele. Receive, receive, receive. Some of you, the Lord is pouring His love for you. ദൈവത്തിൻ്റെതായിട്ടുള്ള സ്നേഹം കർത്താവ് പകരുന്നു, നിങ്ങളത് സ്വീകരിക്കുക. You got to receive that love. ആ സ്നേഹം നിങ്ങൾ സ്വീകരിക്കുക. I have loved you with an everlasting love. നിത്യ സ്നേഹത്താൽ ഞാൻ നിങ്ങളെ സ്നേഹിച്ചു. Nothing can separate me from your love. തന്റെ സ്നേഹത്തിൽ നിന്ന് ഒന്നിനും നമ്മെ പിരിക്കുവാൻ കഴിയുകയില്ല. Nothing can separate you from the love of the Father. പിതാവിന്റെ സ്നേഹത്തിൽ നിന്ന് നിങ്ങളെ ഒന്നിനും മാറ്റുവാൻ Oh, കഴിയുകയില്ല. there is an infilling of the love of the Father in this place. ഈ പിതാവിന്റെ സ്നേഹത്താലുള്ള ഒരു നിറയ്ക്കുന്ന അനുഭവം ഇപ്പോഴുണ്ട്. There is infilling of the love of the Father in this place. പിതാവിന്റെ സ്നേഹം ഇപ്പോൾ നമ്മുടെ അകത്ത് നിറയുകയാണ്. Receive, receive, receive the love. Receive the love. Receive the love. ഈ സ്നേഹം Receive the love. സ്വീകരിച്ചാട്ടെ. Receive the love. ഈ സ്നേഹം He's just loving സ്വീകരിച്ചാട്ടെ. you unconditionally. വ്യവസ്ഥകളില്ലാതെ ദൈവം ഇപ്പോൾ നമ്മെ സ്നേഹിക്കുന്നു. He's loving you unconditionally. വ്യവസ്ഥകളില്ലാതെ സ്നേഹിക്കുന്നു. Oh, let it fill your heart. അത് നിങ്ങളുടെ ഹൃദയത്തെ നിറയ്ക്കട്ടെ. Let it fill your heart. നിങ്ങളുടെ ഹൃദയത്തെ നിറയ്ക്കട്ടെ. Allow yourself to melt in the Father's arm. ഈ പിതാവിന്റെ കരങ്ങളിൽ അലിഞ്ഞു ചേരുവാൻ നിങ്ങളെ തന്നെ Oh, അനുവദിക്കുക. this is your personal moment with the Lord. ഇത് ദൈവവുമായിട്ടുള്ള ഒരു വ്യക്തിപരമായിട്ടുള്ള I സമയമാകും. want to tell you, He's sparing none. ദൈവം ഇന്ന് ആരെയും ഒഴിവാക്കുകയില്ല. He's sparing none. ദൈവം ഇന്ന് ആരെയും sparing ഒഴിവാക്കുകയില്ല. none. ദൈവം ആരെയും This is ഒഴിവാക്കുകയില്ല. for everyone who is hearing this voice. ഇത് ഈ ശബ്ദം കേൾക്കുന്ന സകലർക്കുമാകും. Because He's deeply interested in you. കാരണം ദൈവം നിങ്ങളെക്കുറിച്ച് ഏറെ കരുതുന്നു. Make this your personal moment with the Father. ഇത് പിതാവുമായിട്ടുള്ള നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള സമയമാക്കുക. Keep your eyes fixed on Him as He's fixed His eyes on you. നിങ്ങളുടെ കണ്ണുകൾ കർത്താവിൽ ഉറപ്പിക്കുക. കർത്താവ് എപ്രകാരം തന്റെ കണ്ണുകൾ നിങ്ങളിൽ ഉറപ്പിച്ചിരിക്കുന്നത് പോലെ Just receive. സ്വീകരിക്കുക. Just receive. സ്വീകരിക്കുക. Just receive. സ്വീകരിക്കുക മാത്രം. Just receive. സ്വീകരിക്കുക മാത്രം. Oh, Rashibala Rabara. Zibirio Shandala Rabara. Abba Pidave, Abba Pidave, Abba Pidave. I sense that the Lord is putting His hand over your hand. ഞാനിപ്പോൾ കാണുന്നത് ദൈവം തന്റെ കരം നിങ്ങളുടെ കരങ്ങളുടെ മേൽ വെക്കുന്നു. His blood-stained hand is erasing everything that you have done with your hand right now. രക്തത്തിന്റെ പാടുള്ള തന്റെ കരത്താൽ നിങ്ങൾ നിങ്ങളുടെ കരം കൊണ്ട് ചെയ്തിരിക്കുന്നതെല്ലാം കർത്താവ് മായ്ച്ചു കളയും. He is restoring you back into His family. തന്റെ കുടുംബത്തിലേക്ക് കർത്താവ് നിങ്ങളെ മടക്കി കൊണ്ടുവരും. He is pursuing after you. നിങ്ങളുടെ പുറകെ കർത്താവ് അന്വേഷിച്ചു വരും. To know Him more. കർത്താവിനെ ഏറെ അറിയുവാനായി. Some of you can recognize that the Lord is around you, and just receive that. Don't judge anything at this point. Don't be very reasoning at this point of time. Just receive what the Lord has for you. നിങ്ങളിൽ ചിലർക്ക് അനുഭവിക്കുവാൻ കഴിയുന്ന കർത്താവ് നിങ്ങളെ ആലിംഗനം ചെയ്യുന്നത് അത് നിങ്ങൾ റിസീവ് ചെയ്താട്ടെ, നിങ്ങൾ സ്വീകരിച്ചാട്ടെ, നിങ്ങൾ അനുഭവിച്ചാട്ടെ. ഈ സമയത്ത് അധികം ചിന്തിക്കാനോ യുക്തി രീതിയിലെല്ലാം ചിന്തിക്കാനോ പോകാതെ നിങ്ങൾ ദൈവത്തിന്റെ ആ സ്നേഹം സ്വീകരിച്ചാൽ. Hallelujah. Can we sing that again? Abba Pidave, Abba Pidave. With your hands lifted up. Abba Pidave, Abba Pidave,
Abba Pidave. Lift up your voice, lift up your voice, lift up your voice. Pidave. Make this a cry. Abba Pidave. Abba Pidave. Abba Pidave. The Lord is touching. Oh, the Lord is stirring up. Oh, let the hunger arise. Let there be hunger in the house of God. Hunger for more of God, more of God, more of His presence, more of His power, more of His word, more of His love, more of His presence. Oh, more. We want more of God. We are hungry. Oh, shikel barara. Baba, let's sekelere adrero. Ora krandere balire. Ora bara shekebe kelere bazima kaldara. Ora bara. There is some transactions happening right now. There is some shifting that is happening. ചില വലിയ മാറ്റങ്ങൾ Simons are moving സംഭവിക്കുന്നു. into Peters. ശീമോന്മാർ പത്രോസുമാരാകുന്നു. Jacob is moving to Israel. യാക്കോബുമാർ ഇസ്രായേലാകുന്നു. The Lord is shifting. കർത്താവ് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു. Shifting you. Oh, Hallelujah. 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 Some of you are able to see fire. നിങ്ങളിൽ ചിലർ അഗ്നി കാണുന്നു. Some of you are able to experience the presence of God so tangibly. നിങ്ങളിൽ ചിലർക്ക് വളരെ വ്യക്തമായ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ കഴിയും. Some of you are getting the assurance of God's purpose over your life. നിങ്ങളിൽ ചിലർക്ക് ദൈവത്തിന്റെ പദ്ധതിയെക്കുറിച്ച്, നിങ്ങളുടെ ജീവിതത്തിലുള്ള ദൈവ പദ്ധതിയെക്കുറിച്ചുള്ള വ്യക്തത ലഭിക്കും. Some of you are so secure in the Father's love. നിങ്ങളിൽ ചിലർ ദൈവത്തിന്റെ സ്നേഹത്തിൽ വലിയ സുരക്ഷിതത്വം അനുഭവിക്കുന്നു. Some of you have got a glimpse of His glory that you can't stop worshiping Him. നിങ്ങളിൽ ചിലർക്ക് ദൈവ തേജസ്സിന്റെ ചെറിയ ഒരു അല്പം ദർശനം കിട്ടിയിരിക്കുന്നു, അതുകൊണ്ട് ആരാധന നിർത്തുവാൻ കഴിയുന്നില്ല. Are forgetting about yourself. നിങ്ങളിൽ ചിലർ നിങ്ങളെക്കുറിച്ച് തന്നെ മറന്നു പോകുന്നു. Some of you just want to be in the presence of the Father. നിങ്ങളിൽ ചിലർക്ക് പിതാവിന്റെ സാന്നിധ്യത്തിൽ ഇരുന്നാൽ മതി. I believe the hunger in everyone is rising. ഞാൻ വിശ്വസിക്കുന്നു എല്ലാവരുമുള്ള വിശപ്പ് വർദ്ധിക്കുന്നു. The hunger is rising. വിശപ്പ് വർദ്ധിക്കുന്നു. Hunger is rising in this place. വിശപ്പ് ഈ സ്ഥലത്ത് വർദ്ധിക്കുന്നു. Bless you, Father. Bless you, Father. ദൈവനാമം വാഴ്ത്തും. Spirit of God, do your work in our midst. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മധ്യേ അങ്ങയുടെ പ്രവൃത്തി ചെയ്യണമേ. Continue to touch our life. ഞങ്ങളുടെ ജീവിതങ്ങളെ സ്പർശിച്ചുകൊണ്ടിരിക്കണമേ. Hallelujah. Hallelujah. Can we sit in the presence of God? I want to share a few more things. ദൈവസാന്നിധ്യത്തിൽ നിങ്ങൾ ഇരിക്കുമ്പോൾ ഞാൻ അല്പം കാര്യങ്ങൾ കൂടെ പങ്കുവെക്കട്ടെ. Can you just shout yourself, I'm hungry for God? നിങ്ങൾക്ക് ഉറക്കെ പറയാൻ കഴിയുമോ, ഞാൻ ദൈവത്തിന് വേണ്ടി വിശപ്പോടുകൂടി ആയിരിക്കുന്നു? Can you shout that again? I'm hungry for God. ഉറക്കെ ഒരിക്കൽ കൂടെ പറയാമോ, ഞാൻ ദൈവത്തിന് വേണ്ടി വിശപ്പോടുകൂടി ആയിരിക്കുന്നു? You know, hunger is a sign of
healthy body. വിശപ്പ് എന്ന് പറയുന്നത് ആരോഗ്യമുള്ള ഒരു ശരീരത്തിന്റെ ലക്ഷണമാണ്. And being hungry for God is a sign of a healthy spiritual life. യേശുവിന് വേണ്ടി ദൈവത്തിന് വേണ്ടി വിശപ്പോടുകൂടി ആയിരിക്കുക എന്ന് പറയുന്നത് ഒരു ആരോഗ്യമുള്ള ആത്മീയ ജീവിതത്തിന്റെ അടയാളമാണ്. All right, so Peter after that went back fishing. പത്രോസ് മടങ്ങിപ്പോയി മീൻ പിടിക്കുവാൻ തുടങ്ങി. Just like how we will go back to our work tomorrow. നാം എങ്ങനെ തിരിച്ച് നാളെ നമ്മുടെ വേലയ്ക്ക് പോകുമോ? And in Mark chapter 1, മർക്കോസിന്റെ സുവിശേഷം verse 16, 16-ാം അധ്യായം. again Jesus pursues after Andrew and Simon. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം. Verse 16, as he was going, can you read that in Malayalam? അത് നമുക്ക് വായിക്കാം. അവൻ ഗലീല കടപ്പുറത്ത് നടക്കുമ്പോൾ ശീമോനും അവന്റെ സഹോദരനായിട്ടുള്ള അന്ത്രയോസും കടലിൽ വല വീശുന്നത് കണ്ടു. അവർ മീൻ പിടിക്കുന്നവർ ആയിരുന്നു. യേശു അവരോട് എന്നെ അനുഗമിപ്പിൻ. See, the experience and the encounters that we have in the house of God is one thing, but when we get back to our regular jobs and activities, our home chores, even there God pursues us. നാം ദൈവഭവനത്തിലായിരിക്കുമ്പോൾ നാം അനുഭവിക്കുന്ന ദൈവസാന്നിധ്യം ഇത് ഒരു കാര്യമാണ്. എന്നാൽ നാം തിരിച്ച് നമ്മുടെ ജോലിക്ക് പോകുമ്പോൾ അവിടെയും കർത്താവ് നമ്മെ അന്വേഷിച്ചു വരും. And when verse 17, 17-ാമത്തെ വാക്യം പറയുന്നത്, യേശു അവരോട് എന്നെ അനുഗമിപ്പിൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കുമെന്ന് പറഞ്ഞു. here Jesus comes to Simon and Andrew and says, follow me, I will make you fishers of men. ഇവിടെ യേശു അന്ത്രയോസിനോടും പത്രോസിനോടും ചെന്ന് പറയുകയാണ്, നിങ്ങൾ എന്നെ അനുഗമിപ്പിൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാകും. I want you to recognize that years back the rabbis felt that he's not qualified in the Torah knowledge, that they did not call him saying follow me. Now here the King of Kings, the Lord of Lords, the Messiah himself is handpicking them saying follow me. This is what he wanted to hear all his life, and he hears from the Messiah himself, and that's why he left everything. Immediately he went behind Jesus. നിങ്ങൾ ഓർത്താട്ടെ, അല്പവർഷങ്ങൾക്ക് മുമ്പാകെ ആ റബ്ബിമാര് അവർ ചിന്തിച്ചത് ഇവൻ തോറ പഠിച്ചിട്ടില്ല, ഇവന് ദൈവത്തിന് പ്രവൃത്തി ചെയ്യുവാൻ കഴിയുകയില്ല. അപ്പോൾ എന്നാൽ യേശു ഇവിടെ രാജാധിരാജനായിരിക്കുന്ന യേശു ഈ ശീമോനോടും അതോടൊപ്പം തന്നെ അന്ത്രയോസിനോടും പറയുകയാണ്, നിങ്ങൾ എന്നെ അനുഗമിപ്പിൻ. അത് കേൾക്കുവാൻ തന്നെ ആഗ്രഹിച്ചിരുന്ന ശീമോൻ സകലതും വിട്ട് കർത്താവിനെ അനുഗമിക്കുകയാണ്. He said follow me, and they just followed Jesus. എന്നെ അനുഗമിപ്പിൻ എന്ന് പറഞ്ഞപ്പോൾ ഉടൻ തന്നെ അവർ യേശുവിനെ അനുഗമിക്കുകയാണ്. See, experiencing God and obedience goes together. യേശുവിനെ അനുഭവിക്കുക എന്ന് പറയുന്നതും അനുസരണവും അത് ഒന്നിച്ചു പോകേണ്ടതാണ്. The first response in the previous instance, we saw his hunger to meet with Jesus. യേശുവിനെ കാണുവാനുള്ള ആ വിശപ്പാണ് നാം ആദ്യത്തേതായിട്ടുള്ള ആ കണ്ടുമുട്ടലിൽ കണ്ടത്. Now in this encounter we see his response of willingness to obey. എന്നാൽ ഈ കണ്ടുമുട്ടലിൽ വെളിപ്പെടുന്നത് എന്ന് പറയുന്നത് യേശുവിനെ അനുസരിക്കുവാനുള്ള തന്റെ താല്പര്യം. And it was not just the willingness to obey, he actually obeyed Jesus at his word. അത് യേശുവിനെ അനുസരിക്കുവാനുള്ള താല്പര്യം മാത്രമായിരുന്നില്ല, എന്നാൽ യേശു പറഞ്ഞ വാക്കനുസരിച്ച് യേശുവിനെ അനുസരിക്കുക തന്നെ ചെയ്തു ശീമോൻ. I am believing this season, the Lord will speak to us very clearly his instructions. And the moment we obey his instructions, we will have the next level of encounters. ഞാൻ വിശ്വസിക്കുന്നു ദൈവം ഈ കാലത്തിൽ വളരെ വ്യക്തമായിട്ട് തന്റെ നിർദ്ദേശങ്ങൾ നമുക്ക് നൽകും. എത്രമാത്രം അധികമായി നാം ദൈവത്തിന്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കുന്നുവോ ദൈവം അടുത്ത കണ്ടുമുട്ടലുകൾ നമുക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കും. We manage things with some partial obedience. നാം പലപ്പോഴും ഭാഗികമായിട്ടുള്ള അനുസരണത്തിലുള്ള കാര്യങ്ങളെ നാം ക്രമീകരിക്കുവാൻ നോക്കും. Like God tells Saul, you kill all the Amalekites, he doesn't kill everyone. ദൈവം ശൗലിനോട് അമാലേക്യരെ മുഴുവൻ കൊന്നൊടുക്കാൻ പറയുമ്പോൾ മുഴുവൻ കൊന്നൊടുക്കാതെ അല്പം ബാക്കി വെക്കുന്നു. അത് ഭാഗികമായിട്ടുള്ള അനുസരണമാണ്. Partial obedience is disobedience. ഭാഗികമായിട്ടുള്ള അനുസരണം എന്ന് പറയുന്ന അനുസരണക്കേട് തന്നെയാണ്. Or it could be delayed obedience, I will do it later. അല്ലെങ്കിൽ താമസിച്ചുള്ള അനുസരണം, അത് എന്ന് പറയുന്നത് ഞാൻ പിന്നീട് ചെയ്യാം. Or it could be selective obedience, I will obey certain things and I will not obey certain things. അല്ലെങ്കിൽ പറയുന്ന കാര്യങ്ങളിൽ ചില കാര്യങ്ങൾ മാത്രം തിരഞ്ഞെടുത്ത് അനുസരിക്കുക എന്ന് പറയുന്നു. Or it could be a convenient obedience where if convenient I will obey, if it is not convenient I will not. അല്ലെങ്കിൽ സൗകര്യം ഉള്ളപ്പോൾ അനുസരിക്കുന്ന രീതി, എനിക്ക് പറ്റുമ്പോൾ ഞാൻ ചെയ്യും, ഇല്ലെങ്കിൽ ചെയ്യുകയില്ല.
See, we have all heard lot of instructions from God. നാം എല്ലാവരും ദൈവത്തിൽ നിന്ന് ഒരുപാട് നിർദ്ദേശങ്ങൾ കേട്ടിരിക്കും. When we have a lifestyle of disobedience, we will minimize our ability to even hear him. നാം അനുസരണക്കേടിൽ നാം ജീവിക്കുമ്പോൾ, അങ്ങനെ ഒരു ജീവിത ശൈലി നമുക്കുണ്ടാകുമ്പോൾ ദൈവത്തിൽ നിന്ന് കേൾക്കുവാനുള്ള കഴിവിൽ തന്നെ വലിയ ഒരു കുറവ് നാം വരുത്തുകയാണ്. I am believing the God, our Lord is strengthening our ability to obey him. ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തെ അനുസരിക്കുവാനുള്ള കഴിവിനെ കർത്താവ് ബലപ്പെടുത്തുകയാണ്. How many wants to receive that? എത്ര പേർക്ക് അത് സ്വീകരിക്കാൻ ആഗ്രഹമുണ്ട്? Every time we obey him, we encounter him more. ഓരോ തവണയും നാം ദൈവത്തെ അനുസരിക്കുമ്പോൾ ഓരോ തവണയും നാം ദൈവത്തെ കണ്ടുമുട്ടലിലേക്ക് നയിക്കുക, ദൈവത്തിന്റെ കണ്ടുമുട്ടലാവുകയാണ്. Obedience is the key. അനുസരണമാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. Abraham was told to leave the land, he left. അബ്രഹാമിനോട് തന്റേതായിട്ടുള്ള ആ ദേശത്തെ വിട്ടുപോരുവാൻ പറഞ്ഞപ്പോൾ താൻ അനുസരിച്ചു. Abraham was told to sacrifice his son, he went about it. തന്റെ മകനെ യാഗം ചെയ്യുവാൻ പറഞ്ഞപ്പോൾ അത് അബ്രഹാം അനുസരിച്ചു. Noah was given the instruction to build the ark, he did it. പെട്ടകം പണിയുവാനായിട്ടുള്ള നിർദ്ദേശം നോഹയ്ക്ക് കൊടുത്തപ്പോൾ നോഹ അത് ചെയ്തു. And probably Peter has learned all this in Torah and he knows the importance of obeying at his word. ഒരു പക്ഷേ പത്രോസ് തോറ പഠിച്ചപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കുകയും അനുസരണം പ്രധാനമാണെന്ന് തനിക്ക് മനസ്സിലായിട്ടുണ്ടാകണം. And sometimes we don't get too much of clarity as to what we need to do, and therefore just obey the next step, because his word is a lamp unto my feet. So the lamp will show me what's the next step that I need to take. Just take the next step. ഒരു പക്ഷേ നമുക്ക് പൂർണ്ണമായിട്ടും അനുസരിക്കേണ്ടത് എന്ത് എന്ന് ചിന്തിക്കുമ്പോൾ അതിന് വ്യക്തതയില്ലായിരിക്കും. എന്നാൽ ചെയ്യുവാൻ കഴിയുന്ന, അനുസരിക്കുവാൻ കഴിയുന്ന അടുത്ത ചുവട് നിങ്ങൾ അനുസരിച്ചാട്ടെ. തിരുവചനം പറയുന്നത് ദൈവത്തിന്റെ വാക്ക് എന്ന് പറയുന്നത് നമ്മുടെ കാലുകൾക്ക് വിളക്കാകുന്നു. ഒരു ചുവട് വെച്ചു കഴിഞ്ഞ് അടുത്ത ചുവട് വെക്കേണ്ട സമയത്തേക്ക് ആ വെളിച്ചം നമുക്ക് കാണുവാൻ കഴിയും. In our mundane daily routines, there are number of promptings that the Holy Spirit will give us. And our act of obedience will take us to the next step of encountering him. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് നാം സാധാരണമായി ചെയ്യുന്ന പല കാര്യങ്ങളിലും നിർദ്ദേശങ്ങൾ നൽകും. അത് നാം അനുസരിക്കുന്നതനുസരിച്ച് ദൈവവുമായിട്ടുള്ള അടുത്ത കണ്ടുമുട്ടലുകൾ ക്രമീകരിക്കപ്പെടും. All eyes closed. എല്ലാ കണ്ണുകളും അടഞ്ഞിരിക്കും. I am being inspired to pray for a strength for obedience. അനുസരിക്കുവാനുള്ള ഒരു ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ എന്നെ പ്രേരിപ്പിക്കും. Grace to obey. അനുസരിക്കുവാനുള്ള കൃപ. Grace to say no to many things and yes to what Jesus tells us to do. പല കാര്യങ്ങളോടും നോ അല്ലെങ്കിൽ ഇല്ല എന്ന് പറയുവാനും യേശു പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുവാൻ ഉവ്വ് എന്ന് പറയുവാനുമുള്ള കൃപ. You see, when Jesus said follow me, to immediately throw the nets away and to follow Jesus requires the grace of God to enable us to obey in that fashion. എന്നെ അനുഗമിപ്പീൻ എന്ന് യേശു പറഞ്ഞപ്പോൾ ഉടൻ തന്നെ ആ വല മാറ്റിവെച്ച് യേശുവിനെ അനുഗമിക്കുക എന്ന് പറയുന്നത് ആ നിലവാരത്തിൽ അനുസരിക്കണമെങ്കിൽ അതിന് ദൈവകൃപ ആവശ്യമാണ്. Father, we ask of you that you would release a grace to obey പിതാവേ, your word. പിതാവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ കൃപ കർത്താവ് ഞങ്ങളുടെ മേൽ പകരണമേ. അങ്ങയുടെ വചനം അങ്ങ് പറയുന്നത് പോലെ അനുസരിക്കുവാൻ. Everyone in this place, if you can be in a posture to receive that grace from the Father. ഇന്ന് ഇവിടെ ആയിരിക്കുന്ന എല്ലാവരും ദൈവത്തിൽ നിന്നുള്ള ആ കൃപ പ്രാപിക്കുന്ന രീതിയിൽ നിങ്ങളെ തന്നെ ക്രമീകരിക്കാമെങ്കിൽ I believe the Holy Spirit, He is enabling us to be radically obedient in this season. ഞാൻ വിശ്വസിക്കുന്നു ഈ കാലത്തിൽ പരിശുദ്ധാത്മാവ് ദൈവം പറയുന്നത് ഏതും എപ്പോഴും എങ്ങനെയും അനുസരിക്കുവാനായിട്ടുള്ള ഒരു ക്രമീകരണത്തിലേക്ക് കർത്താവ് നമ്മെ കൊണ്ടുവരും. God is reminding you of certain things that is pending for obedience. ദൈവം അനുസരിക്കുവാൻ ഉള്ള ചില കാര്യങ്ങൾ നിങ്ങൾ മാറ്റി വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ചെയ്യാനുള്ളത് ഇപ്പോൾ ഓർമ്മയിൽ കൊണ്ടുവരുന്നെങ്കിൽ God is reminding you of certain partial obedience that we have done. നാം ചെയ്തിരിക്കുന്ന ചില ഭാഗികമായിട്ടുള്ള അനുസരണത്തിന്റെ കാര്യങ്ങൾ ദൈവം ഓർമ്മിപ്പിക്കുന്നു. Spirit of God, I pray that there would be a release of your grace that would enable us to obey you in our walk with you. പരിശുദ്ധാത്മാവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ കൃപ വ്യാപരിച്ച് പൂർണ്ണമായും അങ്ങേ അനുസരിക്കുവാൻ തക്കവണ്ണമുള്ള ശക്തി ഞങ്ങൾക്ക് ലഭിക്കട്ടെ. We
receive it, Father, in the name of your Son Jesus. യേശുവിന്റെ നാമത്തിൽ പിതാവേ ഞങ്ങളത് സ്വീകരിക്കുന്നു. The next encounter അടുത്ത കണ്ടുമുട്ടൽ was in Luke chapter 5. ലൂക്കോസിന്റെ സുവിശേഷം 5-ാമത്തെ We'll അധ്യായം. do this and we will close. ഇത് പറഞ്ഞ് നാം അവസാനിപ്പിക്കുന്നു. Because there are lot many encounters that Peter went through. കാരണം പത്രോസ് കടന്നുപോയ ഒരുപാട് കണ്ടുമുട്ടലുകളുണ്ട്. I can relate with Peter എനിക്ക് പത്രോസുമായിട്ട് ഇടപെടാൻ അല്ലെങ്കിൽ മനസ്സിലാക്കുവാൻ because there is എളുപ്പമാണ്. a back and forth that happens. കാരണം ആ മുന്നോട്ടും പുറകോട്ടും എല്ലാം ഉള്ള ഒരു അനുഭവമുണ്ട്. Because Christ comes into the workplace to encounter Peter. കാരണം പത്രോസിനെ കണ്ടുമുട്ടുവാനായിട്ട് ക്രിസ്തുയേശു തന്റെ ജോലി സ്ഥലത്തേക്ക് വരികയാണ്. Chapter 5 verse 1. 5-ാമത്തെ അധ്യായത്തിൻ്റെതായിട്ടുള്ള 1-ാമത്തെ വാക്യം. By this time Jesus was quite popular and the crowd was pressing in. ഈ സമയത്ത് യേശു പുരുഷാരത്തിനിടയിൽ അല്പം പ്രശസ്തിയുള്ള വ്യക്തിയായി, അതുകൊണ്ട് വ്യക്തികൾ തന്റെ കൂടെ ഉണ്ട്. So Jesus kept on moving back until the lake was behind him. അപ്പോൾ യേശു ക്രിസ്തു പുറകിലേക്ക് പോയിക്കൊണ്ടിരുന്നു. And then he saw two boats there. അവിടെ 2 പടകുകൾ കണ്ടു. He got into the boat which belonged to Simon. അവിടെ ശീമോന്റേതായിട്ടുള്ള ആ പടകിന്റെ അടുക്കിലേക്ക് ചെല്ലുകയാണ്. And he pushed and asked him to push it a little more back. അത് അല്പം കൂടെ അങ്ങോട്ട് ഇറക്കി വെക്കുവാൻ പറയുകയാണ്. And then you can imagine the lake is down and then it's a slightly higher area like this. So it's like an amphitheater with Jesus on a boat in the water. അപ്പോൾ യേശു ക്രിസ്തു ആ പടകിൽ നിന്ന് ഒരു ആംഫിയതിയേറ്ററിൽ പ്രസംഗിക്കുന്നത് പോലെയാണ് ഇപ്പോൾ അവിടുത്തെ സാഹചര്യം. And then Jesus continued to speak. യേശു അവിടെ സംസാരിക്കുകയാണ്. When he finished speaking, verse 4, സംസാരിച്ചു തീർന്നപ്പോൾ 4-ാമത്തെ വാക്യം, he said, "Put out into the deep water, let down your nets for a catch." അവൻ ശീമോനോട് ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുവിൻ എന്ന് പറഞ്ഞു. Simon answered and said, "Master, we worked all night and caught nothing. അതിന് ശീമോൻ, നാഥ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല. But I will do as you say." എങ്കിലും അങ്ങയുടെ വാക്കിന് ഞാൻ വലയിറക്കാമെന്ന് ഉത്തരം പറഞ്ഞു. Can you tell this? I will do as you say. അങ്ങയുടെ വാക്കനുസരിച്ച് ഞാൻ ചെയ്യാമെന്ന് നിങ്ങൾക്ക് പറയാമോ? Loudly. I will do as you say. ഉറക്കെ പറയാമോ? അങ്ങ് പറയുന്നത് പോലെ ഞാൻ ചെയ്യാം. I will do as you say. അങ്ങ് പറയുന്നത് പോലെ ഞാൻ ചെയ്യാം. Make it your conviction. I will do as you say. അങ്ങ് പറയുന്നത് പോലെ ഞാൻ ചെയ്യാമെന്നുള്ളത് നിങ്ങളുടെ You തീരുമാനമാക്കിയാണ്. see, again, Peter, his lifestyle of obedience, I will do as you say. പത്രോസിന്റെ ജീവിതശൈലി നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നുണ്ടോ? അങ്ങ് പറയുന്നത് പോലെ ഞാൻ ചെയ്യാം. I will do as you say. അങ്ങ് പറയുന്നത് പോലെ ഞാൻ ചെയ്യാം. And then they had a great catch. അതിനുശേഷം അവർക്ക് പെരുത്ത മീൻകൂട്ടം ലഭിച്ചു. In verse 8, 8-ാമത്തെ വാക്യം, when Simon Peter saw that, ശീമോൻ പത്രോസ് അത് കണ്ടിട്ട് he fell down at Jesus' feet യേശുവിന്റെ കാൽക്കൽ വീണു. and said, "Go away from me, Lord, for I am a sinful man." കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യനാകൊണ്ട് എന്നെ വിട്ടുപോകണമേ എന്ന് പറഞ്ഞു. For amazement has seized him and all his companions because of the catch of fish. അവർക്കുണ്ടായ മീൻപിടുത്തത്തിൽ അവനും അവനോടുകൂടെ ഉള്ളവർക്ക് എല്ലാവർക്കും സംഭ്രമം പിടിച്ചിരുന്നു. See, for us to experience Christ in our day-to-day life, it calls for us to hear him and obey him. I will do as you say. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നാം യേശുവുമായിട്ടുള്ള ആ കണ്ടുമുട്ടലുകൾ അനുഭവിക്കണമെങ്കിൽ യേശുവിനെ കേൾക്കുകയും അതുപോലെ നാം അനുസരിക്കുവാനുമുള്ള ചുവടുകൾ നാം I want എടുത്തേ you to മതിയാവും. picturize your week ahead. നിങ്ങളുടെ ഈ വരുന്ന ആഴ്ച നിങ്ങളൊന്ന് ചിന്തിച്ചാട്ടെ. Is a big catch possible? അവിടെ ഒരു വലിയ മീൻപിടുത്തത്തിന്റെ സാഹചര്യമുണ്ടോ? Is it possible? സാധ്യതയുണ്ടോ? I want to hear you. Is it possible? സാധ്യതയുണ്ടോ? Is it possible? സാധ്യതയുണ്ടോ? It depends. അത് ചില കാര്യങ്ങളിൽ ആസ്പദമായിരിക്കുന്നു. It depends on our obedience. നമ്മുടെ അനുസരണത്തെ ആസ്പദമാക്കിയിരിക്കും. It depends on how we hear him. നാം ദൈവത്തെ എങ്ങനെ കേൾക്കുന്നു എന്നനുസരിച്ചിരിക്കും. If we hear him നാം ദൈവത്തെ കേട്ടാൽ, and obey him, ദൈവത്തെ അനുസരിച്ചാൽ there will be a great catch. അവിടെ വലിയ ഒരു മീൻപിടുത്തത്തിന് But അനുഭവം. don't obey him for a catch. എന്നാൽ ഈ മീൻപിടുത്തം കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വലിയ മീൻകൂട്ടം കിട്ടാൻ വേണ്ടി We അനുസരിക്കരുത്. obey him because he is the king. നാം ദൈവത്തെ അനുസരിക്കുന്നത് ഈ ദൈവം രാജാവാകൊണ്ട്. We obey him because it is his word. ദൈവത്തിന്റെ വചനമാകൊണ്ട് നാം ദൈവത്തെ അനുസരിക്കും. We are his children. നാം ദൈവ പൈതങ്ങളാകും. And let's make lifestyle of obedience. അത് നാം അനുസരണത്തിന്റെ ജീവിത ശൈലിയിലേക്ക് നമുക്ക് മടങ്ങി വരാം. But just because of Peter's obedience, എന്നാൽ പത്രോസിന്റെ അനുസരണം കാരണം even his companions at workplace stood in amazement. തന്റെ സുഹൃത്തുക്കൾ പോലും ആശ്ചര്യപ്പെട്ടു. I repeat,
ഞാൻ വീണ്ടും പറയുകയാണ്, just because of Peter's obedience, പത്രോസിന്റെ അനുസരണം മുഖാന്തരം all his companions were seized with amazement. അവനോട് കൂടെയുള്ളവർക്ക് എല്ലാവർക്കും സംഭ്രമം പിടിച്ചിരുന്നു. See, you have been placed in a workplace or wherever you are, it is only to bring that amazement of Christ known to the rest in that place. ദൈവം നിങ്ങളെ ചില ജോലി സ്ഥലത്ത് ആക്കി വെച്ചിരിക്കുന്നത് നിങ്ങളുടെ ചുറ്റുമുള്ള വ്യക്തികൾക്ക് ഈ യേശുവിനെ കുറിച്ചുള്ള ആ ആശ്ചര്യം കൊണ്ടുവരുവാനാണ്. It is through our hunger, it is through our obedience that Christ will manifest wherever we are, that everyone around will seize in amazement at the work of Christ. നമ്മുടെ വിശപ്പ് മുഖാന്തരം നാം ദൈവത്തെ കേൾക്കുമ്പോൾ, നാം ദൈവത്തെ അനുസരിക്കുമ്പോഴാണ് നമുക്ക് ചുറ്റുമുള്ളവർക്ക് ദൈവത്തെക്കുറിച്ചുള്ള ഈ സംഭ്രമം അല്ലെങ്കിൽ ആശ്ചര്യം അവർക്ക് ഉണ്ടാകാൻ പോകുന്നത്. See, some of you might be thinking nothing is happening. നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാകാം ഒന്നും സംഭവിക്കുന്നില്ല. It will happen if we are hungry and if you are obedient to his word. ദൈവത്തിന്റെ വചനത്തോട് നിങ്ങൾ വിശപ്പോടുകൂടി ആയിരിക്കുകയും നിങ്ങൾ അനുസരിക്കുകയും ചെയ്താൽ ഇത് Your സംഭവിക്കും. colleagues, your friends, your teachers, your friend circle will stand in amazement at what Christ could do in that നിങ്ങളുടെ place. സഹപ്രവർത്തകർ, നിങ്ങളുടെ ക്ലാസ്സിൽ പഠിക്കുന്നവർ, നിങ്ങളുടെ അധ്യാപകർ അവരെല്ലാവരും യേശുവിനെ അറിയുന്ന ആ സമയത്ത് ആശ്ചര്യത്തോടുകൂടി ആയിരിക്കും. There was one more encounter and that I'll close. ഞാൻ ഒരു കണ്ടുമുട്ടലിന്റെ കാര്യം കൂടെ പറഞ്ഞു നിർത്തുകയാണ്. See, Jesus went about healing people. യേശു അനേകരെ സൗഖ്യപ്പെടുത്തി. He just raised up a girl യേശു ഒരു ബാലികയെ എഴുന്നേൽപ്പിച്ചു. and then he walked towards Peter's house. അതിനുശേഷം പത്രോസിന്റെ ഭവനത്തിലേക്ക് പോയി. Peter's mother-in-law was not well and suffering with fever, പത്രോസിന്റെ അമ്മാവിയമ്മയ്ക്ക് പനിയായിരുന്നു, high fever. വലിയ കൂടിയ പനിയായിരുന്നു. Point to be noted is Peter did not invite Jesus to come and heal. എന്നാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗഖ്യപ്പെടുത്താനൊന്നും പത്രോസ് വിളിക്കുകയൊന്നും ചെയ്തില്ല. Okay? Neither Jesus asked him about his mother-in-law. അതോടൊപ്പം തന്നെ യേശു പത്രോസിന്റെ അമ്മാവിയമ്മയെ കുറിച്ച് ചോദിക്കുകയും ചെയ്തില്ല. Jesus just walked into Peter's house യേശു പത്രോസിന്റെ ഭവനത്തിലേക്ക് പോയി and touched Peter's mother-in-law. പത്രോസിന്റെ അമ്മാവിയമ്മയെ തൊട്ടു. Bible says she was healed തിരുവചനം പറയുന്നു അവൾ സൗഖ്യപ്പെട്ടു. and then she was restored back into health instantaneously, that she got back to work immediately. താൻ പൂർണ്ണമായിട്ടുള്ള ഒരു യഥാസ്ഥാനപ്പെടുത്തലിലേക്ക് മടക്കിക്കൊണ്ട് താൻ വേല ചെയ്യുവാൻ തുടങ്ങി. See, your hunger, നിങ്ങളുടെ ആ വിശപ്പ്, your obedience നിങ്ങളുടെ അനുസരണം will attract Jesus അത് യേശുവിനെ ആകർഷിക്കും. to your community, നിങ്ങളുടേതായിട്ടുള്ള ആ കൂട്ടായ്മയിലേക്ക് അല്ലെങ്കിൽ To your ആ കൂട്ടത്തിലേക്ക്, family. നിങ്ങളുടെ ഭവനത്തിലേക്ക്, to കുടുംബത്തിലേക്ക്, your extended family. നിങ്ങളുടെ മറ്റ് ചാർച്ചക്കാരിലേക്ക്. You might be the only source to bring Jesus into that place. ആ സ്ഥലത്തേക്ക് യേശുവിനെ കൊണ്ടുവരുവാൻ കഴിയുന്ന ഏക വ്യക്തി നിങ്ങളായിരിക്കാം. At Peter's workplace, they stood in amazement. ആ പത്രോസിൻ്റെതായിട്ടുള്ള പങ്കാളികൾ അവരെല്ലാം ആശ്ചര്യപ്പെട്ടു. At Peter's home, his mother-in-law got healed, and then many were healed, many were delivered from demons, says the next verse. അടുത്ത, അതായത് പത്രോസിന്റെ ഭവനത്തിൽ തന്റെ അമ്മായിയമ്മ സൗഖ്യപ്പെട്ടു. അതിനുശേഷം അടുത്ത വാക്യം പറയുന്നത് അനേകർ സൗഖ്യപ്പെട്ടു, അനേകർ ഭൂതത്തിന്റെ ഉപദ്രവത്തിൽ This നിന്ന് is our വിടുവിക്കപ്പെട്ടു. lifestyle. ഇതാകണം നമ്മുടേതായിട്ടുള്ള This is the ജീവിതശൈലി. season that the Lord is moving, and this is our lifestyle. ഇത് ദൈവം ചലിക്കുന്ന കാലമാകുന്നു. ഇതാകണം നമ്മുടെ We ജീവിതശൈലി. have an experiential God. നമുക്ക് അനുഭവിക്കുവാൻ കഴിയുന്ന ദൈവമാണ്. It is not just to pray for a few minutes in the morning. No, it is a lifestyle. Every moment we hear him, we obey him, he manifests his presence, and people around us will stand in awe. അല്പനേരം എങ്ങനെയെങ്കിലും പ്രാർത്ഥിക്കുക എന്നുള്ളതല്ല, എന്നാൽ ദൈവത്തെ അനുഭവിച്ച് നാം ദൈവത്തിന് വേണ്ടി ജീവിക്കുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ള വ്യക്തികൾ ആശ്ചര്യപ്പെടും. Let's pray. Everyone rise up. Let's pray. നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാമോ? Oh, hey, listen. This is going to be a major shift in our life. ഇത് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റത്തിന് കാരണമാകും. The Peter lifestyle പത്രോസിന്റേതായുള്ള ജീവിതശൈലി, of encountering God ദൈവത്തെ കണ്ടുമുട്ടിക്കൊണ്ടേയിരിക്കുന്ന, with Christ, at his workplace, at his home, everywhere there was an experience that he was having with God. ക്രിസ്തുവിനോടുകൂടെ ഭവനത്തിലും ജോലി സ്ഥലത്തും എല്ലാം യേശുവുമായിട്ടുള്ള ഒരു അനുഭവമുണ്ട്. This is for us. ഇത് നമുക്കുള്ളതാകും. With the Holy Spirit given to us, this is our everyday lifestyle. നമുക്ക് പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നതിനാൽ ഇത് നമ്മുടെ അനുദിന ജീവിത This ശൈലിയാകണം. is for us.
ഇത് നമുക്കുള്ളതാകുന്നു. The Lord wants to work in our life in a very intimate manner, that every day is an experience with God. ദൈവത്തിന്റെ ആഗ്രഹം അനുദിനം നമ്മോട് ചേർന്ന് ജീവിച്ച ദൈവത്തിന്റെ അനുഭവത്തിൽ നാം ജീവിക്കണമെന്നാണ്. Oh Father, we pray. പിതാവേ, ഞങ്ങൾ Oh പ്രാർത്ഥിക്കുന്നു. Rabakashi Balakashi Kirianderero Rajiman Khalidero Jibal Ali Badarazia. I just believe, I just see that there is a covering of a tent over this place. ഈ സ്ഥലത്തിന് മേൽ ഒരു കൂടാരത്തിൻ്റെതായിട്ടുള്ള വലിയൊരു കവറിംഗ് ഞാൻ കാണും. Oh Rabakezile Barojindene Makazila Rabarazimara. Or it is not just for few, it is for everyone in that tent. ഇത് ചിലർക്ക് മാത്രമല്ല, എന്നാൽ ഈ കൂടാരത്തിലുള്ള A സകലർക്കുമാകും. lifestyle of experiencing God. യേശുവിനെ അനുഭവിച്ചുകൊണ്ടുള്ള ഒരു അനുദിന ജീവിത ശൈലി, A lifestyle of moving with God. ദൈവവുമായിട്ട് ചലിക്കുന്ന ഒരു A ജീവിത ശൈലി, lifestyle of hearing God's voice. ദൈവശബ്ദം കേൾക്കുന്ന ജീവിത A ശൈലി, lifestyle of obeying Him. ദൈവത്തെ അനുസരിക്കുന്ന ജീവിത ശൈലി, The lifestyle of amazement. ഒരു ആശ്ചര്യത്തിന്റെ ജീവിത ശൈലി, A lifestyle of much catch. ഒരു വലിയ പെരുത്ത മീൻകൂട്ടത്തെ പിടിക്കുന്ന ജീവിത A ശൈലി, lifestyle of walking with Christ. ദൈവത്തോടൊപ്പം ക്രിസ്തുവിനോടൊപ്പം ചലിക്കുന്നതായിട്ടുള്ള ജീവിത The ശൈലി. Lord is moving in this place. ദൈവം ഈ സ്ഥലത്ത് ചലിക്കുകയാണ്. He's shifting everyone into that level. ദൈവം ആ ഒരു നിലവാരത്തിലേക്ക് സകലരെയും ഉയർത്തുകയാണ്. Everyone. സകലരെയും Everyone. സകലരെയും Don't just watch, but turn to God. നിങ്ങൾ കാണികളായി നിൽക്കാതെ എന്നാൽ ദൈവത്തിങ്കലേക്ക് It's നിങ്ങൾ for വളരും. you. നിങ്ങൾക്ക് വേണ്ടിയാകുന്നു, It's for you. നിങ്ങൾക്ക് വേണ്ടിയാകുന്നു, It's for you. നിങ്ങൾക്ക് It's വേണ്ടിയാകുന്നു, 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 for you. നിങ്ങൾക്ക് It is വേണ്ടിയാകുന്നു. your walk with God. നിങ്ങളുടെ It's ദൈവവുമായിട്ടുള്ള your നടപ്പ്, walk with God. നിങ്ങളുടെ ദൈവവുമായിട്ടുള്ള നടപ്പ് Receive. നിങ്ങളത് സ്വീകരിച്ചാട്ടെ. Oh Rabakazi Baba Baba la Reboro Shika Baba Baba Razilere. Oh Rasike Bakusha Manakale de Rula Rabara Bara 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 Rabazi. Oh Rabara Bara 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 Rabazi Bakalde Kozi Baba Baba Baba. Rotekele Makazile Ria. Receive. സ്വീകരിച്ചാട്ടെ. Oh, it's pouring out. It's pouring out. അത് പകർന്നു വരുന്നു, It's pouring out. അത് പകർന്നു വരുന്നു, It's pouring out. പകർന്നു വരുന്നു. Receive. നിങ്ങൾ സ്വീകരിച്ചാട്ടെ, സ്വീകരിച്ചാട്ടെ. I just believe there is a release of anointing. ഞാൻ വിശ്വസിക്കുന്നു ഒരു അഭിഷേകത്തിന്റെ പകർച്ചയുണ്ട്, Release of anointing. അഭിഷേകത്തിന്റെ പകർച്ചയുണ്ട്. Anointing like Bezalel ബെസലേലിന്റെ മേലുള്ളത് പോലൊരു പകർച്ച to serve in the house of God. ദൈവഭവനത്തിൽ ശുശ്രൂഷിക്കുവാൻ I believe ears being opened. ഞാൻ വിശ്വസിക്കുന്നു ചെവികൾ തുറക്കപ്പെടുന്നു, Spiritual ears being opened. ആത്മീയ ചെവികൾ Some തുറക്കപ്പെടുന്നു. of you struggling to hear the voice of God. ദൈവശബ്ദം കേൾക്കുവാൻ ബുദ്ധിമുട്ടുന്നവർ, Your ears is getting opened. നിങ്ങളുടെ ചെവി തുറക്കപ്പെടുന്നു. Right now, ears is getting opened. നിങ്ങളുടെ ചെവി തുറക്കപ്പെടുന്നു, Eyes is getting opened. കണ്ണുകൾ The തുറക്കപ്പെടുന്നു. Lord is reminding you of some prophecies over your life. നിങ്ങളുടെ ജീവിതത്തിന്മേലുള്ള ചില പ്രവചനങ്ങളെ കുറിച്ച് കർത്താവ് You have ഓർമ്മിപ്പിക്കുന്നു. written it off, നിങ്ങൾ അത് മറന്നുപോയി, but it is quickening up. എന്നാൽ ഇപ്പോൾ അത് There മുന്നേറ്റത്തിൽ is a വരുന്നു. stirring up. ഒരു വലിയ ഇളക്കം There is a സംഭവിക്കും. stirring up of gifts of the Holy Spirit. പരിശുദ്ധാത്മ വരങ്ങളുടെ ഒരു There വലിയ is some ഇളക്കം, work happening here. ഒരു വലിയ മാറ്റം There is a സംഭവിക്കും. work of the Holy Spirit happening here. പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവൃത്തി, The Lord is shifting you. കർത്താവ് മാറ്റങ്ങൾ Shifting കൊണ്ടുവരും, you. കർത്താവ് മാറ്റങ്ങൾ കൊണ്ടുവരും. Climb up. The Lord എഴുന്നേൽക്കുക, is shifting you. കർത്താവ് മാറ്റങ്ങൾ കൊണ്ടുവരുന്നു, കർത്താവ് മാറ്റങ്ങൾ കൊണ്ടുവരുന്നു. Some things that you have written off, God is reviving it. ഈ ദൈവം ചില മാറ്റങ്ങൾ കൊണ്ടുവരും, Reviving it. മാറ്റങ്ങൾ കൊണ്ടുവരും. Reviving it. കർത്താവ് ഉണർവ് കൊണ്ടുവരുന്നു. No more dull life. It's no more a dull life. ഇത് ഇനി അല്പം പോലും You ഒരു will കുറവുള്ള experience ജീവിതമല്ല. God. You will experience God. നിങ്ങൾ ഒരു വലിയ You will ഒരു ഉണർവ്, experience God. നിങ്ങൾ You ദൈവത്തെ will അനുഭവിക്കും, experience God. നിങ്ങൾ ദൈവത്തെ You will അനുഭവിക്കും, experience God. നിങ്ങൾ ദൈവത്തെ അനുഭവിക്കും.
You know what? Peter had many ups and downs in his life. നിങ്ങൾക്കറിയാമോ, പത്രോസിന്റെ ജീവിതത്തിൽ തനിക്ക് ഉയർച്ചകളും താഴ്ചകളും ഉണ്ടായി. God reinstated him back into the kingdom, into his family. കർത്താവ് ദൈവ കുടുംബമാകുന്ന ദൈവ രാജ്യത്തിലേക്ക് തന്നെ മടക്കി കൊണ്ടുവന്നു. And then just before the Lord ascends, the Lord said, wait for receiving the Holy Spirit. കർത്താവിന്റെ സ്വർഗാരോഹണത്തിന് മുമ്പാകെ കർത്താവ് പറയുകയാകുന്നു, പരിശുദ്ധാത്മാവിനെ ലഭിക്കുവാൻ തക്കവണ്ണം കാത്തിരിക്കുക. And when they received the Holy Spirit, the power of God came upon all, and Peter stood amongst them, and he just declared the word of God so boldly on that day. അങ്ങനെ പരിശുദ്ധാത്മാവിനെ അവർ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ പന്തിരുവരിൽ നിന്ന് എഴുന്നേറ്റ് നിന്ന് ഉറക്കെ ധൈര്യത്തോടുകൂടെ പത്രോസ് സംസാരിക്കുവാൻ തുടങ്ങി. 3,000 got added into the 3000 പേർ ദൈവസഭയിലേക്ക് ചേർക്കപ്പെട്ടു. We are in that new covenant. നാം ഇന്ന് ആ പുതിയ ഉടമ്പടിയിലാകും. We are walking with the Holy Spirit. നാം പരിശുദ്ധാത്മാവിനോട് ഒന്നിച്ച് ചലിക്കും. He is always with us. പരിശുദ്ധാത്മാവ് എപ്പോഴും നമ്മോട് കൂടെ He is in us. നമ്മുടെ അകത്തുണ്ട്, He is over us. നമ്മുടെ മേലുണ്ട്. Be very mindful of the presence and the power of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തെക്കുറിച്ചും പരിശുദ്ധാത്മാവിന്റെ ശക്തിയെക്കുറിച്ചും ബോധ്യമുള്ളവരാകും. And let's operate in the power of the Holy Spirit. ആ പരിശുദ്ധാത്മ ശക്തിയിൽ നമുക്ക് ചലിക്കാം. You know, after the day of Pentecost, the disciples continued to gather in that fashion for 2 to 3 months. They just continued to soak themselves in the presence and in the power of the Holy Spirit. പെന്തക്കോസ്ത് നാളിന്റെ അനുഭവത്തിന് ശേഷം ശിഷ്യന്മാർ ഏകദേശം 40 അല്ലെങ്കിൽ 3 മാസത്തോളം ഇപ്രകാരം ഒരു ആ ദൈവസാന്നിധ്യത്തിൽ തന്നെ നിലനിൽക്കുവാൻ തുടങ്ങി. They stayed in that revival. ആ ഉണർവിൽ അവർ നിലനിൽക്കുവാൻ തുടങ്ങി. A revival is not just to taste something. എന്തെങ്കിലും ഒരു കാര്യം രുചിക്കുവാൻ മാത്രമല്ല ഉണർവ്. Once you taste revival, you will stay in the revival. ഉണർവ് നിങ്ങൾ രുചിച്ചാൽ നിങ്ങൾ ഉണർവിൽ നിൽക്കും. And they stayed in that revival. അവർ ആ ഉണർവിൽ നിന്നു. And then one day at around noon, they were walking towards the temple and they saw a lame man, and they looked into his eyes. അങ്ങനെ ഒരു ദിവസം അവർ നടക്കുമ്പോൾ ഒരു മുടന്തനായിരിക്കുന്ന ഒരു വ്യക്തിയെ കാണുകയും അവന്റെ കണ്ണിലേക്ക് നോക്കി. And he said, gold or silver I do not have, what I have I give you in the name of Jesus. Rise up in the name of Jesus. And he stood up, and then it started off into a new level of revival from there. എന്റെ പക്കൽ വെള്ളിയും പൊന്നുമില്ല, എന്നാൽ എന്റെ കയ്യിലുള്ളത് ഞാൻ നിനക്ക് നൽകുന്നു. നസറായനായ യേശുവിന്റെ നാമത്തിൽ എഴുന്നേൽക്ക എന്ന് പറഞ്ഞപ്പോൾ അവൻ എഴുന്നേൽക്കുകയും അപ്പോൾ മുതൽ അടുത്ത നിലവാരത്തിലുള്ള ഒരു അനുഭവത്തിലേക്ക് അവർ പ്രവേശിക്കുകയാണ്. What the Lord is impressing me to tell. കർത്താവ് എന്നെ ഇപ്പോൾ എന്റെ ഹൃദയത്തിൽ തോന്നിപ്പിക്കുന്നത് ഇത് പറയുവാനാകുന്നു. As Peter started, he was hungry. പത്രോസ് തുടങ്ങിയപ്പോൾ താൻ വിശപ്പുള്ളവനായിരുന്നു. Let us stay hungry. നമുക്ക് വിശപ്പോടുകൂടി ആയിരിക്കും. As Peter started, he was obedient to the word of God. പത്രോസ് തുടങ്ങിയപ്പോൾ താൻ ദൈവവചനത്തെ സംബന്ധിച്ച് അനുസരിക്കുന്നവനായിരുന്നു. Let us live a life of obedience. നമുക്ക് അനുസരണത്തിന്റെ ഒരു ജീവിതശൈലി സ്വീകരിക്കാം. When Peter was full of the Holy Spirit, പത്രോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോൾ they continued in that revival. അവർ ആ ഉണർവിൽ നിലനിന്നു. It was not stepping in and stepping out of revival. They continued in that revival. അവർ ചുവട് വെച്ച് ചുവട് ബാക്കിലോട്ട് എടുത്തില്ല, എന്നാൽ അവർ നിലനിന്നു ആ ഉണർവിൽ. Let that be our lifestyle. അത് തന്നെ നമ്മുടെ ജീവിതശൈലിയുമാകട്ടെ. Being hungry, വിശപ്പോടുകൂടെ, being obedient, അനുസരണത്തോടുകൂടെ, and to stay in the revival. അതോടൊപ്പം തന്നെ ഉണർവിൽ What നിലനിൽക്കുക. God can do through our life, ദൈവത്തിന് നമ്മുടെ ജീവിതത്തിലൂടെ ചെയ്യുവാൻ കഴിയുന്നത് no man can ever comprehend. അത് ഒരു മനുഷ്യനും ചിന്തിക്കുവാൻ കഴിയുകയില്ല. God is calling each one of us. ദൈവം നമ്മെ ഓരോരുത്തരെയും വിളിക്കുന്നു. By name. പേർ വിളിച്ച് To fulfill everything that He has purposed in our life. ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രഖ്യാപിച്ചിരിക്കുന്നതെല്ലാം നിവൃത്തിയാകും. Father, we just commit our lives to your hands. പിതാവേ, ഞങ്ങളുടെ ജീവിതങ്ങളെ ഞങ്ങൾ തൃക്കരങ്ങളിലേക്ക് ഭരമേൽപ്പിക്കും. Give us a heart that is always hungry for you. എല്ലായ്പ്പോഴും അങ്ങേ പ്രതി വിശപ്പുള്ള ഹൃദയത്തെ ഞങ്ങൾക്ക് നൽകണമേ. Spirit of God, we really need your grace to be obedient to you. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ കൃപ ഞങ്ങൾക്ക് നിശ്ചയമായും ആവശ്യമാകുന്നു അനുസരിക്കുവാൻ. Lord, we have
tasted revival, but we want to stay in the revival and operate out of that revival. ഞങ്ങൾ ഉണർവ് രുചിച്ചിരിക്കുന്നു. ഞങ്ങൾ ആ ഉണർവിൽ നിലനിന്ന് ആ ഉണർവിൽ പ്രവർത്തിക്കുവാൻ സഹായിക്കണം. Pronounce this grace over our life in Jesus' mighty name. ഈ കൃപ ഞാൻ സകലരുടെ മേലും പ്രഖ്യാപിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. Amen. ആമേൻ.